Dear ladies and gentlemen, brothers and sisters, welcome everyone to the Banana Republic. വെൽക്കം ടു ബനാന റിപ്പബ്ലിക്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ന്യൂറാലിങ്ക്, എലോൺ മസ്കിൻ്റെ കമ്പനി പറ്റിയാണ്. എസ്പെഷ്യലി അവർ ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു ന്യൂസ് ഇറക്കിയായിരുന്നു. അവരുടെ ഫസ്റ്റ് ഹ്യൂമൻ FDA അപ്രൂവ്ഡ് ഹ്യൂമൻ ട്രയൽ അവർ ചെയ്തു. അതിൻ്റെ ഡീറ്റെയിൽസ് അങ്ങനെ പുറത്ത് വന്നിട്ടില്ല. പക്ഷേ നമുക്ക് ഇതുവരെ അവർ ചെയ്തിട്ടുള്ള പഴയ ടെസ്റ്റ്സ്, ആനിമൽസിൻ്റെ വർത്തും പിന്നെ അവരുടെ ടെക്നോളജി ആസ് സച്ച്, അതിൻ്റെ ബേസ് വെച്ച് നമുക്ക് ഈ ഒരു ഡിസ്കഷൻ ചെയ്യാം ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ദേ ആർ ആക്ച്വലി ട്രൈങ് ടു സോൾവ് ആൻഡ് ഹൗ ഫാർ വി ഹാവ് കം ഇൻ ദാറ്റ് പെർസ്പെക്റ്റീവ്, എന്നിട്ട് വാട്ട് വി ക്യാൻ ലുക്ക് ഫോർവേഡ് ടു ഇൻ ടേംസ് ഓഫ് ദിസ് ടെക്നോളജി ഓഫ് ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ്. അതെ, ഈ ബ്രെയിനിൽ ചിപ്പ് വെക്കുന്നത്, അതായത് അല്ലെങ്കിൽ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് BCI എന്ന് പറയുന്നത് ഒരു വളരെ പുതിയ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ന്യൂസ് ചാനലുകളിലും എല്ലായിടത്തും പുതിയൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നും പറഞ്ഞിട്ടാണ് ഇത് പ്രൊജക്റ്റ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഇത് വളരെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ, അതായത് ഒരു 60s 70s തന്നെ ഇതേപോലത്തുള്ള പരീക്ഷണങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. അതായത് 60s 70s ചില കമ്പനീസ് ഈ ക്യാറ്റിൻ്റെ അഗ്രസീവ് ബിഹേവിയർ അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഇലക്ട്രോഡ്സ് അതിൻ്റെ ബ്രെയിനിൽ കണക്ട് ചെയ്തിട്ടുള്ള പരീക്ഷണങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ 2000s മങ്കീസിൽ ഇതേപോലെ പരീക്ഷണങ്ങളുണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ മങ്കിയുടെ തോട്ട് വെച്ചിട്ട് കമ്പ്യൂട്ടറിൻ്റെ കേഴ്സർ മൂവ് ചെയ്യിക്കാനുള്ള പരീക്ഷണങ്ങൾ നടന്നിരുന്നു. അതിനുശേഷം പല കമ്പനീസും, ഇത് ഓസ്ട്രേലിയയിൽ, യൂറോപ്പിൽ, അതേപോലെ തന്നെ അമേരിക്കയിലൊക്കെ പല കമ്പനികളും മുന്നോട്ട് വന്നു ഇതേപോലെ ബ്രെയിനിൻ്റെ ഇതേപോലുള്ള സാധ്യതകൾ പരീക്ഷിക്കാനായിട്ട്. അപ്പം ഇത് റീസെൻ്റ് ആയിട്ടുള്ളൊരു ഇപ്പോൾ ന്യൂസിലൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാലും ഇത് ഒരു 50 years ആസ് യു മെൻഷൻഡ് അറൗണ്ട് ഇതിൽ റിസർച്ച് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് നേരത്തെ ഉണ്ടായിരുന്നൊരു സാധനമായിരുന്നു. പക്ഷേ ഇൻ ദ പാസ്റ്റ് ഇതൊരു എക്സ്പെരിമെൻ്റലായിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ് നിന്ന്, ഒരു റിസർച്ച് പെർസ്പെക്റ്റീവ് നിന്ന് മാത്രമായിരുന്നു. അല്ലാതെ കൺസ്യൂമർ ആപ്ലിക്കേഷനായിട്ട് അങ്ങനെ ആരും കണ്ടിട്ടില്ലായിരുന്നു. പിന്നെ ഒരു പർട്ടിക്കുലർ യൂസ് കേസിന് വേണ്ടിയിട്ടാണ് ഇതുവരെ, അതിന് മുമ്പേ, ന്യൂറോലിങ്കിന് മുമ്പേ വരെയുള്ള റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരുന്നത്. ഫോർ എക്സാമ്പിൾ ഐസൈറ്റ് മാത്രം സോൾവ് ചെയ്യാൻ. അപ്പം ഒരു സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടായിരുന്നു. അവർ ഐസൈറ്റ് സോൾവ് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ഒരു പ്രോഡക്റ്റ് ഇറക്കിയായിരുന്നു. അത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അത് മേടിച്ചിട്ടുള്ളൂ. സോ അത് ഒരു കസ്റ്റമറിന് തന്നെ $150,000 സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പം അതിൽ ഒരു ഇംപ്ലാന്റ് വെക്കുന്നത് ഇൻസൈഡ് ദി റെറ്റിന എന്ന് പറഞ്ഞാൽ കണ്ണിലുള്ള നമ്മളെ സൂര്യപ്രകാശം അല്ലെങ്കിൽ എന്തൊരു ഇമേജിൻ്റെ ലൈറ്റ് റേസ് കണ്ണിൻ്റെ പ്യൂപ്പിൾ വഴി കണ്ണിൻ്റെ അകത്ത് റെറ്റിനയിൽ വന്ന് വീഴും. അപ്പോൾ അവിടെയാണ് സെൻസർ വെച്ചിട്ട് ഒരു കണ്ണാടി ഉണ്ട്, അതിലൊരു റിസീവറുണ്ട്. ആ റിസീവർ വെച്ചിട്ടാണ് അത് പ്രോസസ്സ് ചെയ്ത് അതിൽ റിസീവറിലൊരു ക്യാമറയുണ്ട്, അത് വെച്ച് പ്രോസസ്സ് ചെയ്തെടുക്കുന്നത്. അപ്പം വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു യൂസ് കേസാണത്, ബ്ലൈൻഡ്നെസ് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇൻ ദ പാസ്റ്റ് ഏതെങ്കിലും ഒരു ഹ്യൂമൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് വെച്ചിട്ട് ഒരു പാരാപ്ലീജിക്, അല്ലെങ്കിൽ ഒരാൾക്ക് അനങ്ങാൻ വയ്യ, കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആണ്, അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഒരു ഇലക്ട്രോഡ് ബ്രെയിനിൽ വെച്ച് അതിൽ നിന്ന് കണക്ട് ചെയ്യും. എന്നിട്ടാണെങ്കിൽ കമ്പ്യൂട്ടറിൽ മൗസൊക്കെ മൂവ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നത് തന്നെയാണ്. ജസ്റ്റ് ദാറ്റ് ഇപ്പം ന്യൂറലിങ്ക് കൊണ്ടുവന്നേക്കുന്ന സൊല്യൂഷൻ കുറച്ചുകൂടെ എന്താ പറയുക, എൻക്യാപ്സുലേറ്റഡ് ഫോമിലാണ്. കാര്യം വെച്ചാൽ ഇൻ ദ പാസ്റ്റ് എങ്ങനെയായിരുന്നു വെച്ചാൽ, ഇപ്പോൾ ഒരു ഇംപ്ലാന്റ് വെച്ചിട്ട് ഒരാൾക്ക് ബ്രെയിന് തന്നെ ഡയറക്റ്റ്ലി ഒരു വയർ കണക്ട് ചെയ്ത് പുറത്തേക്ക് വരും. അങ്ങനെ ഒരു സെറ്റപ്പ്, അല്ലെങ്കിൽ ഒരു ഹെൽമെറ്റ് പോലെ ഒരു സാധനം തലയിൽ ഇങ്ങനെ വെക്കണം. മൾട്ടിപ്പിൾ കണക്ഷൻസ് ഉണ്ട്. അതൊരു മാസ് മാർക്കറ്റിന് അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു പ്രൊപ്പോസിഷൻ അല്ല. അത് ECG എടുക്കുമ്പം ചെയ്യുന്ന പോലെ ഇലക്ട്രോഡ്സോ മറ്റോ ഫിക്സ് ചെയ്ത് വെച്ചിട്ട്. അതെ, അപ്പോൾ അതൊരു മെഡിക്കൽ പ്രോസസ്സായിട്ട്, അല്ലെങ്കിൽ സയൻസ് വഴി അത് സ്റ്റഡി ചെയ്യാൻ, അല്ലെങ്കിൽ വളരെ ഡെസ്പറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഒരാൾക്ക്
യൂസ് ചെയ്യാമെന്നല്ലാതെ സോഷ്യലി ഒരാൾക്കിപ്പോൾ അങ്ങനെ ഒരു ഹെൽമെറ്റ് വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വയർ കണക്ട് ചെയ്ത് വെച്ചുകൊണ്ടോ പുറത്തേക്ക് ഇറങ്ങി നടക്കാനോ ഒന്നും പറ്റത്തില്ല. അത് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പം ന്യൂറലിങ്ക് ഇപ്പോൾ ചെയ്തേക്കുന്നത് ഇതുവരെ ഉള്ള ടെക്നോളജീനെ കുറച്ചുകൂടെ ഫൈൻ ട്യൂൺ ചെയ്ത് അതിനെ കുറച്ചുകൂടെ മാസ് മാർക്കറ്റിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുമെന്നുള്ള രീതിയിലാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇത് പുതിയൊരു ടെക്നോളജി അങ്ങനെയൊന്നുമല്ല, ഇതുവരെ ഉണ്ടായിരുന്നത് തന്നെയാണ് കുറച്ചുകൂടെ റിഫൈൻ ചെയ്യപ്പെടുന്നത്. അതെ, ഒരു നാരോ ആംഗിളിലുള്ളത് ഇവരിപ്പോൾ ഒരു വൈഡ് ആംഗിളിലേക്ക് കൊണ്ടുവന്നു ആ പെർസ്പെക്റ്റീവ്. സോ അത് കുറച്ചുകൂടെ ക്ലിയർ ആവുന്നത് നമ്മൾ യൂസ് കേസിനെ പറ്റി നോക്കുമ്പോഴാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി ആർഗസ് 2 എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് സമ്മൺ ഇൻ 2015 ഓർ സംതിങ്. അത് ഇതുപോലെ ഐസൈറ്റ് റിലേറ്റഡ്, ഇപ്പം കാഴ്ചയില്ലാത്ത ഒരാൾക്ക് വേണ്ടിയിട്ടായിരുന്നു ചെയ്തത്. ഇപ്പം ഫോർ എക്സാമ്പിൾ കണ്ണുണ്ട്, ദി ഐ ഈസ് വർക്കിംഗ്, പക്ഷേ ഒപ്റ്റിക് നെർവിലെന്തോ തകരാറുണ്ട്. അപ്പം ആ ഒരു കണക്ടിവിറ്റി ബൈപ്പാസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഒബ്ജക്റ്റീവായിരുന്നു അത്. പോപ്പുലർലി ഒരു ആർച്ചർ, കമ്പീറ്റ് ചെയ്യുന്ന ഒരു ആർച്ചർ ഈ സെക്കൻഡ് സൈറ്റിൻ്റെ ആർഗസ് 2 ഇംപ്ലാന്റ് വെച്ചുകൊണ്ട് തന്നെ ഒരു പർട്ടിക്കുലർ ടാർഗറ്റിലേക്ക് അമ്പ് വിടുന്ന ഒരു വീഡിയോ ഒക്കെ ആ സമയത്ത് പബ്ലിസിറ്റി ആയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ന്യൂറലിങ്ക് ചെയ്യുന്നത് പറഞ്ഞാൽ ഒരു ബ്രെയിൻ ഇംപ്ലാന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ഐസൈറ്റ് മാത്രമല്ല, നിങ്ങൾക്ക് പാരാലിസിസ് ഉള്ള ആൾക്കും അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ന്യൂറൽ ഡിസോർഡേഴ്സ് ഉള്ളവർക്ക് ഉള്ള എല്ലാ ടൈപ്പ് യൂസ് കേസിനെയും കവർ ചെയ്യാനുള്ള ശ്രമത്തിലാണ് അവരത് ഇറക്കുന്നത്. ഇതാണ് ഒരു യൂസ് കേസ് മാത്രം നോക്കുമ്പോഴത്തേക്കും ഉള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ്. പിന്നെ അവരുടെ ആ ഒരു ചിപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും, ഇംപ്ലാന്റ് എന്ന് പറയുമ്പോഴത്തേക്കും കണ്ണിൻ്റെ അകത്തുള്ള ഇംപ്ലാന്റോ അങ്ങനെയൊന്നുമല്ല, സ്കള്ളിൽ വെക്കുന്നൊരു ഇംപ്ലാന്റാണ്. അതിൽ തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ കണ്ണിൻ്റെ അകത്ത് ഇംപ്ലാന്റ് വെക്കുന്നതിനെക്കാട്ടിലും നല്ലത് സ്കള്ളിൽ ഇംപ്ലാന്റ് വെച്ചിട്ട് അതുവഴി ഇപ്പം ഒരു ക്യാമറ ഫീഡ് കൊടുത്തിട്ട്. അല്ലാതെ ഈ ഐസൈറ്റിൻ്റെ കേസ് പറയുന്നത് ഇപ്പോൾ ഇതേപോലെ ഒരു ക്യാമറയിലേക്ക് കണക്ട് ചെയ്ത്, അതായത് ആ ക്യാമറ ക്ലാരിറ്റിയിൽ നമുക്ക് ആ വിഷ്വൽ ഫീൽ ചെയ്യാനോ അല്ലെങ്കിൽ വ്യൂ ചെയ്യാനോ പറ്റും എന്നുള്ളതാണ്. ഇതിൽ ഈ സെക്കൻഡ് സൈറ്റിൽ അവർ ചെയ്തതെന്ന് വെച്ചാൽ 60 പിക്സൽസ് ആണ് ഇൻപുട്ടായിട്ട് ഒരാൾക്ക് കാണാൻ പറ്റിയത്. ഇതൊരു കുറച്ച് പേരെ അത് യൂസ് ചെയ്യുന്നുള്ളൂ, ടെസ്റ്റ് ചെയ്യുന്നുള്ളൂ. ബിക്കോസ് അത് ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ പറഞ്ഞ പോലെ $150,000 ആണ്. അപ്പോൾ വളരെ കുറച്ച് ആൾക്കാർ അത് യൂസ് ചെയ്തിട്ടുള്ളൂ. അതിൽ തന്നെ ഈ പറയുന്ന അപ്പം 60 പിക്സലാണ് അത് കാണാൻ പറ്റുന്ന ഒരാൾക്ക്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു സൈക്കിളിൻ്റെ ഫോട്ടോ നമ്മളെടുത്താൽ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഇൻപുട്ട് പോവുകയാണെങ്കിൽ, ആ സൈക്കിളിൻ്റെ ഇമേജ് നമ്മളിപ്പം സാധാരണ ഒരു 4K വീഡിയോ എന്ന് പറയുമ്പോഴത്തേക്കും 8 മില്യൺ പിക്സൽസ് ആണ്. അപ്പം 60 പിക്സൽസ് എങ്ങനെ ഇരിക്കും? വളരെ ബേസിക് ആയിട്ടുള്ളൊരു ഇമേജ് കിട്ടുമെന്നുള്ള ഒരു റഫായിട്ട് നോക്കുമ്പോൾ സൈക്കിളിൻ്റെ ഷേപ്പ് കാണാൻ പറ്റും. അതുപോലും ഈ ഇംപ്ലാന്റ് കഴിഞ്ഞിട്ട് സെവറൽ അവേഴ്സ്, ഇഫ് നോട്ട് ഡേയ്സ്, വീക്സ് ഓഫ് ട്രെയിനിങ് വേണം ഒരാൾക്ക് ഈ കാണുന്ന ഇമേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി. അത്ര ലോ റെസൊല്യൂഷനൊന്നും പറയാൻ പറ്റില്ല. ജസ്റ്റ് ഒരു കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ഒരാൾക്ക് എന്തെങ്കിലും ഒരു ഇൻപുട്ട് കിട്ടത്തക്ക രീതിയിലുള്ളതാണ്. അപ്പം അതായിരുന്നു അതിൻ്റെ ഒരു എനിവേ അതൊരു ഫസ്റ്റ് മോഡൽ എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ ഈ സെക്കൻഡ് സൈറ്റ് എന്ന് പറഞ്ഞൊരു കമ്പനി അവർ ബാങ്ക്രപ്റ്റായി, അവരങ്ങ് പൂട്ടിപ്പോയി. അപ്പോൾ അവർ ലിറ്ററലി അവരുടെ എല്ലാ ആസറ്റ്സും അവരുടെ എക്വിപ്മെൻറ്റ്സ് ആണെങ്കിൽ ഈവൻ ലാപ്ടോപ്സും എല്ലാം വിറ്റ് എംപ്ലോയീസ് എല്ലാം ഫയർ ചെയ്തു. അങ്ങനെ കംപ്ലീറ്റ്ലി നിന്നു. ദ സാഡ് പാർട്ട് ഇസ് ഇത് ഇംപ്ലാന്റ് ചെയ്ത ഹാൻഡ്ഫുൾ ഓഫ് പേഷ്യൻസിന് പിന്നെ സപ്പോർട്ട് ഇല്ലാണ്ടായിപ്പോയി. ഇപ്പോൾ ഈ പറയുന്ന ആർച്ചർ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് ഈ ഇൻപുട്ട് ആക്ച്വലി ഗ്ലാസ് ഉണ്ട്, അതിലൊരു പ്രോസസ്സിങ് യൂണിറ്റ് ഉണ്ട്, അതിനകത്ത് ക്യാമറയൊക്കെ ഉണ്ട്. ഒരു ബേസിക് പ്രോസസ്സറാണ്. അതിൽ നിന്ന് പിന്നെ വേറൊരു യൂണിറ്റിലേക്ക് അത് നമ്മൾ കൈകൊണ്ട് നടക്കണം. ആ യൂണിറ്റിലേക്ക് വയർ വെച്ച് കണക്ട് ചെയ്ത് അതൊരു മെയിൻ പ്രോസസ്സിങ് യൂണിറ്റാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ആ മെയിൻ പ്രോസസ്സിങ് യൂണിറ്റ് ചീത്തയായിപ്പോയി. അപ്പം
പുള്ളിയുടെ ഗ്ലാസും ആ ഇംപ്ലാന്റും എല്ലാം വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് പ്രോസസ്സ് ചെയ്യാനുള്ള മെഷീൻ ഇല്ല, അപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ സെക്കൻഡ് സൈറ്റിനെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയിട്ട് സെക്കൻഡ് സൈറ്റ് റെസ്പോണ്ട് ചെയ്തു, ബിക്കോസ് ആ കമ്പനിയേ ഇല്ല. അപ്പോൾ പിന്നെ അവസാനം പുള്ളി മാനേജ് ചെയ്തെന്ന് വെച്ചാൽ വേറെ ഏതോ ഇതുപോലെ ആർഗസ് 2-ൻ്റെ യൂസർ പുള്ളി അവസാനം ഈ ഡിവൈസ് യൂസ് ചെയ്യാണ്ടായി. അങ്ങനെ പുള്ളിയുടെ കയ്യിൽ നിന്ന് ഈ പ്രോസസ്സർ എടുത്തു, അങ്ങനെയാണ് യൂസ് ചെയ്തത്. ഇനി വേറൊരു എക്സാമ്പിൾ ഉണ്ട്. ദെയർ വാസ് അനദർ യൂസർ ഹൂ ഹാഡ് ദിസ് ഇംപ്ലാന്റ്. പുള്ളിക്ക് MRI സ്കാൻ ചെയ്യണമെന്നുണ്ടായിരുന്നു, ബ്രെയിനിലൊരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളൊരു പോസിബിലിറ്റി ഉണ്ടായിരുന്നു MRI സ്കാൻ ചെയ്യണം. അപ്പോൾ MRI എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ മാഗ്നറ്റാണ്, എക്സ്ട്രീംലി സ്ട്രോങ് മാഗ്നറ്റ്. അപ്പം ഇദ്ദേഹത്തിൻ്റെ ഡോക്ടർ വാസ് ട്രൈങ് ടു റീച്ച് ഔട്ട് ടു സെക്കൻഡ് സൈറ്റ് കമ്പനി ആസ്കിങ് ലൈക്ക് MRI സ്കാൻ എടുത്താൽ എന്തെങ്കിലും റിസ്ക് ഉണ്ടോ എന്ന്. കാരണം വെച്ചാൽ ഇറ്റ് ഈസ് ഫേറ്റൽ, ഇത് ബുള്ളറ്റ് പോകുന്ന പോലെ തലയുടെ അകത്തൂടെയൊക്കെ ചിലപ്പം കീറിയങ്ങ് പോകും. അപ്പോൾ അങ്ങനത്തെ റെസ്പോൺസ് പോലും അവർ കിട്ടാൻ പറ്റില്ല പുള്ളിക്ക്, അതുകൊണ്ട് MRI സ്കാനും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഈ പറയുന്ന വെച്ച് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ചലഞ്ചാണ് ഈ ന്യൂറോലിങ്ക് കൊണ്ടുവരാൻ പോകുന്നത്. ഈ ടെക്നോളജി ഡെവലപ്ഡായി വന്നു കഴിഞ്ഞാൽ തന്നെയും ഭയങ്കരമായിട്ടുള്ള ചലഞ്ചാണ് ഫേസ് ചെയ്യാനുള്ളത്. അതെ, കാരണം ഈ കമ്പനി ഇതേപോലെ ബാങ്ക്രപ്റ്റ് ആയാൽ, അല്ലെങ്കിൽ പല കമ്പനികളും, ഇഷ്ടംപോലെ കമ്പനികളുണ്ട്. അതെ, അതുകൊണ്ട് ഇഫ് എനിവൺ ക്യാൻ ഡൂ ദിസ്, ഇഫ് എനിവൺ ക്യാൻ പുൾ ദിസ് ഓഫ്, ഇറ്റ് ഈസ് എലോൺ മസ്ക്. ബിക്കോസ് എലോൺ മസ്ക് എന്ന് പറയുന്ന വ്യക്തിയുടെ പേരിൽ തന്നെ ഭയങ്കര ഒരു ഹൈ വാല്യുവേഷൻ. ഇപ്പോൾ എലോൺ മസ്ക് നാളെ ഒരു കമ്പനി തുടങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാല്യുവേഷൻ മില്യൺസിലായിരിക്കും തുടങ്ങുന്നത്. അപ്പം ന്യൂറോലിങ്ക് വിത്ത് എലോൺ മസ്ക് അറ്റ് ദ ഹെൽം അവർക്ക് മാത്രമേ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഈ ഒരു റിസ്ക് ഉണ്ട് വെച്ചാൽ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ ടെക്നോളജി നോക്കിയാൽ തന്നെ എത്ര ഫാസ്റ്റായിട്ടാണ് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മൾ കാസറ്റ് പ്ലെയർ ഉപയോഗിച്ചിരുന്നു, പിന്നെ CD പ്ലെയറായി, DVD ആയി, പിന്നെ ഐപോഡ്, ഇപ്പോൾ ഐപോഡ് പോലും ഇല്ല, ഇപ്പോൾ ഫോണിലാണ്. അപ്പം ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ ഇന്നൊരു ഇംപ്ലാന്റ് ഒരാൾ വെച്ചാൽ 10 ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും ആ പർട്ടിക്കുലർ ഇംപ്ലാന്റിനെക്കാട്ടിലും വളരെ ചെറുതായിരിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫോർമാറ്റ് ആയിരിക്കും, ഡേറ്റ ഇൻപുട്ട് ഇതൊക്കെ മാറും. അല്ലെങ്കിൽ നമ്മൾ ഈ പൊട്ട് കുത്തുന്ന പോലെ എന്തെങ്കിലും ഒന്ന് പുറത്ത് സ്റ്റിക്ക് ചെയ്താൽ മതി, അതും ആയിരിക്കാം. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മൾ ടെക്നോളജിയിൽ പറയുന്ന ഡൗൺവേർഡ് കോമ്പാറ്റബിലിറ്റി എന്നാണ്. അപ്പോൾ പ്രീവിയസ് വെർഷൻസിനെ ആ പറഞ്ഞ കമ്പനി സപ്പോർട്ട് ചെയ്യുമെന്നുള്ളതാണ്. അതായത് നമ്മൾ പറഞ്ഞു വന്നില്ലേ, ഇത് പുതിയൊരു കാര്യമല്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പേ ഇങ്ങനൊരു സീക്വൻഷ്യൽ ഡെവലപ്മെൻറ്റാണ് നടന്നിരുന്നത്. അതിന് ഒരു എക്സാമ്പിൾ 2021 ഒരു മോട്ടോർ നെർവ് ഒരു റിലേറ്റഡ് ഒരു ഡിസബിലിറ്റി ഉള്ള ഒരു പേഷ്യൻ്റ്, ഫിലിപ്പ് ഒക്കീഫി എന്ന് പറയുന്ന ഒരു പേഷ്യൻ്റ്, ഓസ്ട്രേലിയയിലാണ്. ഇദ്ദേഹത്തിന് ഒട്ടും മൂവ്മെൻ്റ് ഇല്ല. അപ്പോൾ ഇദ്ദേഹത്തിൽ ഇതൊന്ന് പരീക്ഷിച്ചു. ഇദ്ദേഹത്തിൻ്റെ തോട്ട് വെച്ചിട്ട് അദ്ദേഹം ഫസ്റ്റ് ട്വീറ്റ് ചെയ്തു. അപ്പോൾ അത് സക്സസ്ഫുൾ ആയിരുന്നു. അപ്പം സൈമൾട്ടേനിയസ്ലി പല രാജ്യങ്ങളിലും ഇതിൻ്റെ പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ട്, പല കമ്പനീസുണ്ട്. പക്ഷേ അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ചലഞ്ചസ് എങ്ങനെ അഡ്രസ്സ് ചെയ്യും എന്നുള്ളതാണ് ഏറ്റവും വലിയ ചലഞ്ച്. ഇതിൻ്റെ ഫാസ്റ്റ് ഡെവലപ്മെൻറ്റ് ഓഫ് ടെക്നോളജി. അതായത് നാളെ വേറെ ടെക്നോളജി ആയിപ്പോയി, അപ്പം ഞാൻ ഇന്ന് ഔട്ട്ഡേറ്റഡ് ആയി, എൻ്റെ തലയിരിക്കുന്ന ഉപകരണവും ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി. അതെ, ഇന്നുള്ള ഡിവൈസ് ഇപ്പോൾ ന്യൂറലിങ്ക് ഇറക്കുന്നത് ഈസ് ദ വേർസ്റ്റ് ഡിവൈസ് എവർ, ബിക്കോസ് അടുത്ത ഡിവൈസ് വിൽ ഓൺലി ബി ബെറ്റർ ദൻ ദിസ്. 100%. അതുകൊണ്ടാണ് ആൾക്കാരും കൺസ്യൂമേഴ്സും ഇപ്പം ഇതിൽ സ്റ്റെപ്പ് ഇൻ ചെയ്യാത്തത്. ബിക്കോസ് ഓക്കെ ഇപ്പം വിഷൻ റിലേറ്റഡ് ഒരു ഇമ്പ്രൂവ്മെൻ്റ് അല്ലെങ്കിൽ എന്തുവാണ് ഇപ്പം പാരാലിസിസ് സോൾവ് ചെയ്യുക. സോ മെജോറിറ്റി ആൾക്കാർക്ക് ഈ പ്രശ്നങ്ങളില്ല. അതുകൊണ്ടാണ് അവരും ന്യൂറലിങ്കും വളരെ കെയർഫുള്ളി ഇതിനെ ഒരു ഹെൽത്ത് കെയർ റിലേറ്റഡ് പ്രോഡക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ ഇറക്കുന്നത്. ബിക്കോസ് ഒരു മാസ് പ്രോഡക്റ്റ് ആക്കാനാണ് അവരുടെ ഉദ്ദേശം. പക്ഷേ യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് നോർമൽ പീപ്പിൾ വിൽ നൗ ജമ്പ് ഇൻ ടു ഗെറ്റിംഗ് എ സർജിക്കൽ പ്രൊസീജിയർ ഡൺ ഇൻ ദെയർ ഹെഡ്. അപ്പം ഒരു സർജിക്കൽ പ്രൊസീജിയർ ഇപ്പോൾ ഒരു ഹാൻഡിക്യാപ്ഡ് ഒരാളാണ് അല്ലെങ്കിൽ ബ്ലൈൻഡ് ആണെങ്കിൽ ആ ഒരു വ്യക്തിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല. എന്നാൽ സർജിക്കൽ പ്രൊസീജിയർ എങ്കിൽ സർജിക്കൽ പ്രൊസീജിയർ കുഴപ്പമില്ല. ലെറ്റസ് അപ്പം ചില ഒരാൾ ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ. ആക്ച്വലി ഇഫ് യു ആർ ബ്ലൈൻഡ് ഓർ പാരലൈസ്ഡ്, ഇപ്പോൾ യങ്ങായിട്ടുള്ള ആൾക്കാർ എന്തെങ്കിലും ആക്സിഡൻ്റ് ഒക്കെ വന്നിട്ട് ബ്ലൈൻഡ് ആയി കഴിഞ്ഞാൽ അവർക്ക്, അല്ലെങ്കിൽ പല ഓർഗൻ ഫെയിലിയറും ഉണ്ടാകാം, മൂവ്മെൻറ്റ് തന്നെ ഇല്ലാതെ ആയിപ്പോകാം. ഈവൻ മിലിറ്ററിയിൽ തന്നെ ഇതുപോലത്തെ പല പ്രശ്നങ്ങളുമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു റിലേറ്റീവ് ഒരു പേഷ്യൻറ്റിനെ കൊണ്ട് മിലിറ്ററി ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അദ്ദേഹം വന്ന് പറഞ്ഞൊരു കാര്യമാണ്, പൂനെയിലെ മിലിറ്ററി ഹോസ്പിറ്റലിലായിരുന്നു.
അതായത് ഒരു ഒരു പട്ടാളക്കാരൻ, വളരെ ചെറുപ്പമാണ് അയാൾ ഫൈറ്റർ പൈലറ്റോ മറ്റോ ആയിരുന്നു. അയാളുടെ ട്രെയിനിങ് ടൈമിൽ എന്തോ വലിയൊരു ആക്സിഡൻറ്റ് പറ്റി ഇയാളുടെ ഹിപ്പിന് താഴോട്ട് തളർന്നു പോയി. അപ്പോൾ ഇദ്ദേഹം വീൽ ചെയറിലാണ് അവിടെ ഇങ്ങനെ നടക്കുന്നത്. ഒത്തിരി ആൾക്കാർ ഇതേപോലെ അവർ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അവരിൽ കുറേ കാര്യങ്ങളൊക്കെ ടെക്നിക്കൽ കുറേ എക്സ്പെർട്ടൈസ് ഉള്ളവരുണ്ട്. അവരൊക്കെ പല പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇദ്ദേഹം അവരെ ഇങ്ങനെ നിയന്ത്രിച്ച് ഒക്കെയാണ് നടക്കുന്നത്, അവർക്ക് ഗൈഡൻസ് കൊടുത്ത് അങ്ങനെയൊക്കെ. ഇത്രയും ചെറുപ്പത്തിൽ തന്നെ ഇയാളുടെ ആ മൂവ്മെൻ്റ് അങ്ങ് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഒരു വലിയൊരു ഹോപ്പാണ്. അതായത് ഈവൻ ടെക്നോളജി ഇൻ ഇസ് സാലഡ് ഡേയ്സ് എങ്കിലും കിട്ടുന്ന അഡ്വാൻറ്റേജ് അവരുടെ ഈ ലൈഫിൽ യൂസ് ചെയ്യുക എന്നുള്ളതും കുറച്ചെങ്കിലും റിക്കവറി ഉണ്ടാവുക എന്നുള്ളതും. കാരണം റീസെൻ്റ്ലി അല്ലാതെ തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പരീക്ഷണം നടന്നു. ഇതേപോലെ നെർവ് ഡിസോർഡേഴ്സൊക്കെ ഉള്ള ആൾക്കാർ, മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ട ആൾക്കാർക്ക് ഇതേപോലെ പല ഏരിയാസിൽ ബ്രെയിനിൽ പിന്നെ അതേപോലെ സ്പൈനൽ കോഡിൻ്റെ പല ലൊക്കേഷനിൽ മൾട്ടിപ്പിൾ ഡിവൈസ് ഇംപ്ലാന്റ് ചെയ്തിട്ട് ഇവരുടെ ലെഗും അതേപോലെ ഹാൻഡും ഒക്കെ മൂവ് ചെയ്യിപ്പിച്ചു. അങ്ങനത്തെയൊക്കെ ഇതിലവർ പറയുന്നത് വെച്ചാൽ ഇപ്പം നമ്മുടെ സ്പൈനൽ കോഡിൽ ഇപ്പം സെർവിക്കൽ സ്പൈനിൻ്റെ ഭാഗമാണ്, വിച്ച് ഇസ് അപ്പർ പാർട്ട് ഓഫ് ദ സ്പൈൻ. ഇപ്പം C1, C2, C3 അങ്ങനെ C7 വരെ ഉണ്ട്. അപ്പോൾ ഇപ്പോൾ C4 ഒരു ഫ്രാക്ചർ ഉണ്ടെങ്കിൽ, അപ്പം ഈ ബേസിക്കലി സ്പൈൻ C1 തൊട്ട് C7 വരെയുള്ള കണക്ഷനിൽ ഇതൊരു ബ്രേക്കാണ് അല്ലേ. അപ്പം ഇപ്പോൾ C4 ഒരു ബ്രേക്കാണ്. അപ്പം വാട്ട് ദെയർ പ്ലാൻ ഇസ് C5 ഒരു റിസീവർ വയ്ക്കും, എന്നിട്ട് ബ്രെയിനിൽ ഈ ന്യൂറലിങ്ക് ചിപ്പ് ഡയറക്ട്ലി സിഗ്നൽ C5 പോകും, കംപ്ലീറ്റ്ലി ബൈപ്പാസ് ചെയ്യും. അപ്പോൾ C4 പൊട്ടിയിരിക്കുവാണെങ്കിലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ. അപ്പോൾ ബ്രേക്ക് ആകുന്നില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ ഇമ്പോസിബിൾ ആണെന്ന് വിചാരിക്കുന്ന ഒരു പാരലൈസ്ഡ് വ്യക്തിയും എഴുതി നടക്കാൻ പറ്റും. ഓക്കെ. സ്വിറ്റ്സർലൻഡിലെ ഒരു യൂണിവേഴ്സിറ്റി ഇത് ഓൾറെഡി എക്സ്പെരിമെൻ്റ് നടത്തി പ്രൂവ് ചെയ്തതാണ്. ഇതേപോലെ പാരലൈസ്ഡ് ആയിട്ടുള്ള ആളെ മൂവ് ചെയ്യിപ്പിച്ചു, ഇങ്ങനെ മൾട്ടിപ്പിൾ ഡിവൈസ് കണക്ട് ചെയ്തിട്ടൊക്കെ. അപ്പോൾ ഓൾറെഡി എക്സാമ്പിൾസ്, കേസ് സ്റ്റഡീസ് ഉണ്ട്. ഇവർ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് വേർഷനിലേക്ക് പോകുന്നു, അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെ. പിന്നെ ഇത് കൂടാതെ തന്നെ ഇപ്പോൾ ഈവൻ 2021 ഉള്ള ടൈം നോക്കുമ്പോഴും ഇപ്പോൾ ടെക്നോളജി ഫാർ മോർ അഡ്വാൻസ്ഡ്, അതായത് AI റോളും കൂടെ വന്നു കഴിഞ്ഞു. അത് വേറൊരു ടോപ്പിക്കാണ് ഇത് ആക്ച്വലി. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ളത്. സോ കറൻ്റ്ലി ഷോർട്ട് ടു മിഡ് ടേം നമ്മൾ പറഞ്ഞ പോലെ ഹാൻഡിക്യാപ്ഡ് അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് വ്യക്തികൾക്ക് ടാർഗറ്റ് ചെയ്താണ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് എ ബീറ്റ ടെസ്റ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഇനീഷ്യൽ വെർഷൻ ഓഫ് ദ സോഫ്റ്റ്വെയർ, ബിക്കോസ് എ സർജിക്കൽ പ്രൊസീജിയർ ആയതുകൊണ്ട് നോർമൽ പീപ്പിൾ വിൽ നോട്ട് വോണ്ട് ടു ഡു ഇറ്റ്. അപ്പം ഒരു ടെക്നോളജിക്കൽ മെച്യൂരിറ്റി വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഓൺ ഡിസേബിൾഡ് പീപ്പിൾ ഓർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പീപ്പിൾ. നെക്സ്റ്റ് ഫേസ് അവർ പ്ലാൻ ചെയ്യുന്ന വിച്ച് ഇസ് മിഡ് ടു ലോങ് ടേം ഇസ് എൻഹാൻസ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. കാര്യം വെച്ചാൽ ഇപ്പം എന്താ പറയുക, ഇപ്പോൾ ബയോണിക് വിഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൽ ഇപ്പം ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിക്ക് വിഷൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഓക്കെ, അതൊരു ബ്ലൈൻഡ് ആയിട്ടുള്ളൊരു വ്യക്തിനെ നോർമലാക്കുക എന്നുള്ളതാണ് ഇൻറ്റൻഷൻ. നെക്സ്റ്റ് ഫേസ് എന്ന് പറഞ്ഞാൽ ബയോണിക് വിഷനിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാമറ ഇൻപുട്ട് ബ്രെയിനിലേക്ക് കൊടുത്തിട്ട് അതിൽ വേണമെങ്കിൽ ഒരു 24x സൂം അല്ലെങ്കിൽ ഒരു മൈക്രോസ്കോപ്പിക് വിഷൻ അല്ലെങ്കിൽ ഒരു ടെലിസ്കോപ്പിക് വിഷൻ വേണമെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദി ഇൻപുട്ട് ഓഫ് ദ ക്യാമറ. ആ ക്യാമറ വെച്ചിട്ട് വെക്കുമ്പോഴത്തേക്കും പിന്നെ ഹ്യൂമൻ കേപ്പബിലിറ്റിക്കും മുകളിലേക്ക് പോവാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും യു കനോട്ട് എക്സ്പെക്ട് ദാറ്റ് ഓൺലി ഹാൻഡിക്യാപ്ഡ് പീപ്പിൾ ഓർ ഡിസേബിൾഡ് പീപ്പിൾ വിൽ ഡിസയർ ദാറ്റ്. There could be some freak who wants to spend his money and get that enhanced vision. അല്ലെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു എക്സോസ്കെലറ്റൻ പോലെ, ലൈക്ക് ബോഡിക്ക് ഒരു എക്സോസ്കെലറ്റൻ. ഇപ്പോൾ നമുക്കിപ്പം നമ്മൾ നടന്ന് ഒരു സ്ഥലത്ത് ചെല്ലുക, അപ്പോൾ ഫോർ എക്സാമ്പിൾ ആർമിക്ക് ആർമി ഒരു പോയിന്റിലായിരിക്കും ഫൈറ്റ് ചെയ്യേണ്ടത്, പക്ഷെ വേറൊരു പോയിന്റിലായിരിക്കും അവരെ ചിലപ്പം ഹെലികോപ്റ്ററിലോ മറ്റോ ഡ്രോപ്പ് ചെയ്യുന്നത്. അവിടെ നിന്ന് നടന്ന് മറ്റേ പോയിന്റ് വരെ പോകണം.
അപ്പം ദർ ഇസ് എ ലോട്ട് ഓഫ് ഫെറ്റീഗ് ഇൻവോൾവ്. അവിടെ ചെല്ലുമ്പോഴത്തേക്ക് വിൽ ബി ടയർഡ്. പക്ഷേ ഒരു എക്സോ സ്കെലിറ്റൺ ഉണ്ടെങ്കിൽ, ബോഡിയുടെ പുറത്ത് വെക്കുന്ന സ്കെലിറ്റൺ ഉണ്ടെങ്കിൽ, ആ സ്കെലിറ്റൺ വിൽ ഡു ദ മൂവ്മെന്റ് പാർട്ട്. അപ്പോൾ നിനക്ക് ബ്രെയിൻ ഇംപ്ലാന്റ് വെച്ച് തന്നെ ആ സ്കെലിറ്റണിന് വേറെ സെപ്പറേറ്റ് ബാറ്ററി പാക്കും എല്ലാം കാണും. പക്ഷേ കൺട്രോൾ ചെയ്യുന്ന ബ്രെയിൻ വെച്ചായിരിക്കും. ബ്രെയിൻ വെച്ച് നടന്ന് ഇവിടെ വരെ പോവാം. അപ്പോൾ ഇതൊരു എൻഹാൻസ്മെൻ്റ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എക്സോ സ്കെലിറ്റൺ ഉള്ള ആൾക്ക് ചിലപ്പം എസ്പെഷ്യലി ഒരു വാർ ലൈക്ക് എൻവയോൺമെൻറ്റിൽ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫൈറ്റ് ചെയ്യണം, അപ്പോൾ ദേ ഹാവ് എക്സ്ട്രാ പവർ വിത്ത് ദം. അപ്പോൾ ഇതൊരു എൻഹാൻസ്മെൻ്റ് ആണ്, ഒരു ഫീച്ചർ വിച്ച് മേക്സ് യു സൂപ്പർ ഹ്യൂമൻ. അപ്പോൾ സൂപ്പർ ഹ്യൂമൻ ലെവലിലേക്കുള്ളൊരു ഫീച്ചർ പ്രൊവൈഡ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ യു വിൽ സ്റ്റാർട്ട് സീയിങ് ദാറ്റ് നോർമൽ പീപ്പിൾ ആർ ഓൾസോ വാണ്ട് ടു അഡോപ്റ്റ് ഇറ്റ്. ഇപ്പോൾ ഒരു ഫസ്റ്റ് ഫേസിൽ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തെന്ന് കരുതുക. അതായത് ഇപ്പോൾ എന്താണ്, നമുക്കൊരു ഹാൻഡിക്യാപ്പായിട്ടുള്ള എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ പൊതുവേ ഒരു ഡിമോട്ടിവേഷനാണ്. നമ്മൾ മറ്റുള്ളവരുടെ ആ ലെവലിലല്ല, അവരിൽ നിന്ന് എന്തോ കുറവ് എനിക്കുണ്ട്. പക്ഷേ ഇവരിൽ ഇംപ്ലിമെൻറ്റ് ചെയ്ത് കഴിയുമ്പോൾ നേരെ ഈ ഗ്രാഫ് അങ്ങ് ഉയർന്നു. അതായത് ഒരു നോർമൽ മാനിനാണ് ഇപ്പം കുറവുള്ളത്, മറ്റവർക്ക് എന്തോ എക്സ്ട്രാ ഫീച്ചേഴ്സ് വന്നു കഴിഞ്ഞു. അതെ, ഇപ്പം ഞാൻ നേരത്തെ ഫ്രീക്ക് എന്ന് പറഞ്ഞ കാര്യത്തിൽ ഡോണ്ട് ബി സർപ്രൈസ് ദറ്റ് ഇൻ ദ ഫ്യൂച്ചർ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ആംപ്യൂട്ടി, കൈയില്ല, ഓക്കെ, അപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ എൽബോൻ്റെ താഴോട്ടില്ല, അപ്പോൾ ഒരു 3D പ്രിൻറ്റ് ചെയ്തൊരു ആം ഉണ്ടാക്കാം. എന്നിട്ട് അതിന് ബേസിക് വയറിങ്ങും ഇതെല്ലാം കൊടുത്തിട്ട് ന്യൂറൽ ലിങ്ക് വെച്ച് തന്നെ ഫോർ എക്സാമ്പിൾ ഈ ഒരു പ്രോസ്തറ്റിക് ഫിറ്റ് ചെയ്ത് കൈ ഉപയോഗിക്കാം. ഫൈൻ, യു ക്യാൻ ഡു ബേസിക് തിങ്സ് ആൻഡ് എവറിത്തിങ്. പിന്നെ ടെക്നോളജി അഡ്വാൻസ്ഡ് ആവുന്നതനുസരിച്ച് വാട്ട് ഇഫ് ദറ്റ് ആം ബിക്കംസ് വെരി പവർഫുൾ, യു ക്യാൻ പഞ്ച് സമ്മൺ. അങ്ങനെ ആകുമ്പോഴത്തേക്കും ദർ കുഡ് ബി പീപ്പിൾ, ക്രേസി പീപ്പിൾ ഹു സേ ദറ്റ് ലെറ്റ് മീ കട്ട് ഓഫ് മൈ ആം ആൻഡ് ഫിക്സ് ദിസ്. ഐ നോ ദിസ് സൗണ്ട്സ് ക്രേസി, പക്ഷേ യു വിൽ ഓൾവേസ് ഫൈൻഡ് ക്രേസി പീപ്പിൾ. കാരണം മാർസിൽ പോകാൻ വരെ ആൾക്കാർ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതൊക്കെ നിസ്സാരമാണ്. അതെ, മാർസിൽ പോകുന്നത് അറ്റ് ദിസ് പോയിന്റ്, ഇപ്പോൾ ഫസ്റ്റ് ബാച്ച് ഓഫ് ആൾക്കാർ പോകുന്നവർക്ക് ആക്ച്വലി ഇറ്റ് കുഡ് ബി എ വൺ വേ ടിക്കറ്റ്. അവിടെ പോയിട്ട് അവിടെ തന്നെ സർവൈവ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ, തിരിച്ചു വരാൻ പറ്റുമോ ഇല്ലയോ എന്ന് നോ ഗ്യാരണ്ടി. സോ വി കനോട്ട് ബി സർപ്രൈസ്ഡ് ഇഫ് പീപ്പിൾ വുഡ് വാണ്ട് ടു ഗെറ്റ് ആംപ്യൂട്ടഡ് to get that physical enhancement. അപ്പം എനിവേ അതൊരു ഡിസ്റ്റോപ്പിയൻ സൈബർ പങ്ക് ഫ്യൂച്ചർ പോലെയാണ് തോന്നുന്നത്. പക്ഷേ അതാണ് അവരുടെ ഷോർട്ട് മിഡ് ടേം ഒബ്ജക്റ്റീവ് എന്നുള്ള, പിന്നെ അതൊരു ബ്രിങ് ഹാൻഡിക്യാപ്പ് പീപ്പിൾ ടു നോർമൽസി, ആൻഡ് ലോങ് ടേം ഈസ് ടു എൻഹാൻസ് ഹ്യൂമൻ ബീങ്സ്. അതിലാണ് പിന്നെ അടുത്ത് നമ്മൾ AI-യുടെ കാര്യം വരുന്നത്. ബട്ട് എനിത്തിങ് എൽസ് യു വോണ്ട് ടു സേ ബിഫോർ ദാറ്റ്? യെസ്, അതായത് നമ്മൾ ഈ ഫിക്സ് ചെയ്യുന്ന കാര്യം പറഞ്ഞു, പക്ഷേ ഈ ഫിക്സ് ചെയ്യുന്നതിലുള്ള പ്രിസിഷൻ ഒരു അത്യാവശ്യമായിട്ടുള്ള വേണ്ടുന്ന, അല്ലെങ്കിൽ അതേപോലെ തന്നെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെയാണ് ഈ AI വരുന്നത്. കാരണം കണ്ണിലെ എന്തെങ്കിലും ഒരു സർജറി, നമ്മളുടെ ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ പറയുന്ന കാറ്ററാക്ട് സർജറി, അതിൻ്റെ സക്സസ് റേറ്റ് 100% ഒന്നുമല്ല. നമുക്കറിയാം, ഒത്തിരി പേര് നമ്മളുടെ പരിസരത്ത് തന്നെയുണ്ട് സർജറി ചെയ്ത പലരുടെയും കാഴ്ച പോയിട്ടുണ്ട്. ആ കാഴ്ച പോയത് ആ സർജറിയിലുണ്ടാകുന്ന പ്രശ്നം കൊണ്ടാണ്. കാരണം അത്രയും ഡെലിക്കേറ്റായിട്ടുള്ള നെർവ്സൊക്കെയാണ് ഈ കണ്ണിൻ്റെ വരുന്നത്. അപ്പോൾ ഹ്യൂമൻ അത് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം ഒരു ടോളറൻസ് റേറ്റ് ഉണ്ട്. പക്ഷെ മെഷീൻ അത് ചെയ്യുമ്പോൾ അവിടെയാണ് ആ റോബോട്ടിക് സർജറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ അവിടേക്ക് വരുന്നത്. താങ്ക്സ് ഫോർ ബിഗിങ് ദാറ്റ് പോയിന്റ്. ബിക്കോസ് നമ്മൾ ഈ ന്യൂറൽ ലിങ്ക് എന്ന് പറയുമ്പം ബ്രെയിൻ ഇംപ്ലാന്റ്, ആ ചിപ്പിനെ പറ്റിയാണ് നമ്മളെപ്പോഴും പറയുന്നത്. ഞാനും ഇത്ര തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്. വാട്ട് യു മെൻഷൻഡ് ഇസ് റൈറ്റ്. അവരുടെ മെയിൻ അക്കംപ്ലിഷ്മെൻറ്റ് ആസ് ഓഫ് ടുഡേ ഈസ് നോട്ട് ദാറ്റ് ഈവൻ, ഈസ് ദാറ്റ് റോബോട്ടിക് സർജറി എക്വിപ്മെൻറ്റ്. ബിക്കോസ് ഇപ്പം ആസ് ഓഫ് ടുഡേ ന്യൂറൽ ലിങ്കിൻ്റെ ഒരു ചിപ്പിൽ 3000+ വളരെ ടൈനി ഇലക്ട്രോഡ്സ് ഉണ്ട്. ഈവൻ ഹ്യൂമൻ ഹെയറിനെക്കാട്ടിലും തിന്നായിട്ടുള്ളതാണ് ഓരോ ഇലക്ട്രോഡ്. അപ്പോൾ ഈ ഓരോ ഇലക്ട്രോഡിനെയും പ്രിസൈസ് പോയിന്റിൽ അതിനെ ഇംപ്ലാന്റ് ചെയ്യണം ബ്രെയിനിൽ. അതൊരു ഒരു 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 സർജൻ ആസ് എ ഹ്യൂമൻ ബീയിങ്ങിന് there are problems, like even such a simple thing as നമ്മുടെ കൈ വിറയ്ക്കും ചെറുതായിട്ട് ഒരു മൈക്രോ ഷിവർ കാണും. അത് തന്നെ മതി കോംപ്ലിക്കേറ്റ് ചെയ്യാനും. അപ്പം റോബോട്ടിക് സർജറി വളരെ പ്രിസൈസ് ആയിട്ടായിരിക്കും ഓരോ പ്രാവശ്യവും ചെയ്യുന്നത്. അത് അവരുടെ ഒരു മെയിൻ അക്കംപ്ലിഷ്മെൻ്റ് ആണ്. അപ്പോൾ ഈ റിസർച്ചിൻ്റെ ഒരു സ്പിൻ ഓഫ്
അത് തന്നെ ആ ഒരു ഏരിയ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്, റോബോട്ടിക് സർജറി ഏരിയ തന്നെ ഡെവലപ്പ് ചെയ്യുകയാണ്. സോ റോബോട്ടിക് സർജറി ആക്ച്വലി ഈവൻ ഒപ്താൽമോളജിയിലും റോബോട്ടിക് സർജറി ഓൾറെഡി ഉണ്ട്. പക്ഷേ അത് അത്ര വൈഡ് സ്പ്രെഡ് ആയിട്ട് യൂസ് ചെയ്യുന്നില്ല. പക്ഷേ ന്യൂറൽ ലിങ്കിൽ അവർക്ക് ഉണ്ടാവുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഈ ഒരു പ്രൊസീജിയർ ചെയ്യാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ US-ലാണിത് അവർ മെയിൻലി, ഇപ്പം കമ്പനീസ് ഇൻ US, അപ്പോൾ അവിടെ ആയിരിക്കും മെയിൻലി ആദ്യം കസ്റ്റമേഴ്സ് കിട്ടുന്ന, പേഷ്യൻസിനെ കിട്ടുക. ഇപ്പം വേറൊരു രാജ്യത്ത്, ഇപ്പോൾ ഇന്ത്യയിൽ ഫോർ എക്സാമ്പിൾ ഇത് ചെയ്യണമെങ്കിൽ അതേ ക്വാളിറ്റിയും പ്രിസിഷനും ഒരു സെറ്റ് ബാക്കും ഒരു ഹ്യൂമൻ ബ്രെയിൻ സർജറി ഫെയിലിയർ ഒന്നും ഉണ്ടാവാതെ എൻഷുർ ചെയ്യണമെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു യൂസ് എ റോബോട്ട് ദാൻ ടു ട്രെയിൻ എ ഹ്യൂമൻ ബീയിങ്സ്. സോ അവർക്ക് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ബിക്കംസ് ഫാർ ഈസിയർ ബിക്കോസ് അവർക്ക് ആ ട്രെയിനിങ് എലിമെൻറ്റ് വരുന്നില്ല അതിൽ. അവർക്ക് വേറെ രാജ്യത്തിലേക്ക്, ഇപ്പം അതേ ക്വാളിറ്റിയോടെ വേറൊരു കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് കൺട്രി, കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് പാർട്ട് ഓഫ് ദ വേൾഡിൽ അവർക്ക് അതേ ക്വാളിറ്റിയിൽ അതേ സർജറി ചെയ്യണമെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി ഈസി. അതെ, ഗവൺമെൻറ് ഡേറ്റ അനുസരിച്ച് കുറവാണ്. അതായത് 1000 പോപ്പുലേഷൻ ഇത്ര ഡോക്ടർ, 100 പോപ്പുലേഷൻ ഇത്ര ഡോക്ടർ എന്ന് പറയുന്നത് വളരെ ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഇന്ത്യയിൽ നോക്കുമ്പോൾ ഇന്ത്യ വളരെ കുറവാണ്. കാരണം കുറവാണ്. നമ്മൾ കേരളത്തിൽ നോക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇനഫ് ഡോക്ടേഴ്സ് അല്ലെ പാരാമെഡിക്സ് ഇതെല്ലാം ബിക്കോസ് കേരളയിൽ ഓൾറെഡി ദർ ഇസ് എ ഹൈ സാച്ചുറേഷൻ ഓഫ് ഡോക്ടേഴ്സ്. ഇന്ത്യയിലെ കേസ് എടുക്കുമ്പോൾ അതല്ല. അവിടെ ഒരു ദന്തൽ സർജനോ ഒരു ടൈപ്പിലുള്ള ഡോക്ടേഴ്സ്, ഒരു സ്പെഷ്യലിസ്റ്റുകൾ ഒന്നും തന്നെ ഇല്ല. അതായത് പലരും 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളവരാണ് ചികിത്സിക്കുന്നത്. അതിൻ്റെ എക്സാക്ട് ഡേറ്റ തന്നെയുണ്ട്. ഇത്ര ശതമാനം SSLC കഴിഞ്ഞവരാണ്, ഇത്ര 12 കഴിഞ്ഞവരാണ്. MBBS ഉള്ള ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. അതായത് കറൻ്റ്ലി ആൾക്കാരെ ചികിത്സിക്കുന്ന ഡോക്ടർമാരിൽ MBBS കഴിഞ്ഞവർ വളരെ കുറവാണ്. അതായത് ഓൾ ഇന്ത്യ സെനാരിയോ നോക്കുമ്പോൾ. പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ആരുമില്ലാത്ത, നമ്മുടെ പണ്ട് അങ്ങനെ ആയിരുന്നല്ലോ, കേരളത്തിലെ വൈദ്യന്മാരൊക്കെ ആയിരുന്നല്ലോ. അവർക്ക് ഡിഗ്രി ഒന്നുമില്ല, അവർ ആ പ്രാക്ടീസ് കൊണ്ട് ചെയ്യുന്നവരാണ്. അപ്പോൾ അതേപോലെ നഴ്സന്മാരും ഒക്കെയാണ് ചികിത്സിച്ചിരുന്നത്. ഇപ്പം നഴ്സന്മാർ തന്നെ പല സ്റ്റേറ്റുകളിലും ഇല്ല, ഇൻറ്റീരിയർ റിമോട്ട് വില്ലേജ് ഏരിയാസിലൊന്നും ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സെനാരിയോ വരുമ്പോൾ എന്തുകൊണ്ടാണ് അവിടെ പലയിടത്തും ഇല്ലാത്തത്? ഇപ്പോൾ കേരളത്തിൽ തന്നെ ഹൈലി റൂറൽ ഏരിയ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം സ്പെഷ്യലിസ്റ്റുകളൊന്നും കാണത്തില്ല, വളരെ കുറച്ച് MBBS ഡോക്ടർമാരെങ്ങാനും കാണും. കാരണം ആരും അവിടെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല, റൂറൽ സർവീസ് ആരും ഇഷ്ടപ്പെടുന്നില്ല. കാരണം റൂറൽ സർവീസ് അതൊരു പെനൽറ്റി പോലെയാണ്. യെസ്, അതിന് കാരണം ഈ ജൂനിയർ ഡോക്ടർമാരും ഉണ്ട്, സീനിയേഴ്സും ഉണ്ടല്ലോ. ഇവർ തമ്മിൽ ഒരു കോൾഡ് വാർ നടക്കുന്നുണ്ട്. അതായത് ഈ റൂറൽ സർവീസിനിടുന്ന എപ്പോഴും ജൂനിയർ ഡോക്ടർമാരെ, മറ്റവരാരും പോകത്തില്ല. അപ്പോൾ അവിടെ എന്താ, ഈ റൂറൽ ഏരിയയിലുള്ളവർക്ക് നല്ല ഡോക്ടർമാർ, അല്ലെങ്കിൽ നല്ല ഡോക്ടർമാരല്ല, മറ്റുള്ളവരും നല്ലത് തന്നെ, എക്സ്പീരിയൻസ്ഡ് ഡോക്ടർമാർ വേണ്ടേ? അല്ലാതെ ഇറങ്ങിയ ഡോക്ടർമാർ മാത്രം മതി. അവർ തന്നെ ചോദിക്കുന്നതാണ്, മറ്റവരെന്തുകൊണ്ട് പോകുന്നില്ല അവിടെ? ഇവരെ മാത്രം അവിടെ ഇട്ട് തൽക്കാലത്തേക്ക് ജോലി ചെയ്യിപ്പിച്ചിട്ട് ഇവരെല്ലാം അങ്ങ് പുറത്തൊക്കെ അങ്ങ് പോവുകയും ചെയ്യും. ആരും താല്പര്യപ്പെടുന്നില്ല, കാരണം അവിടെ സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇതേപോലെ മെഡിക്കൽ സയൻസിൽ ഒരു അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായാൽ, റിലേറ്റഡ് തന്നെ മെഡിക്കൽ സയൻസിൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടായാൽ, ഈവൻ സിറ്റിയിൽ ഇരുന്നുകൊണ്ട് തന്നെ സർജറി ആക്സസിബിലിറ്റി കൂടും. കാരണം ഡോക്ടർക്ക് സിറ്റിയിൽ ഇരുന്ന് അതിനെ നിയന്ത്രിക്കാം. അങ്ങനെ, കാരണം ഇപ്പം തന്നെ വലിയ ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ഇപ്പോൾ US-ലിരുന്നായിരിക്കും ഡോക്ടർ സർജറി ചെയ്യുന്നത്, നിർദ്ദേശിക്കുന്നതല്ല. അപ്പോൾ അതേപോലെ നമ്മളുടെ റൂറൽ ഏരിയയിലെ പ്രൈമറി ഹെൽത്ത് സെൻ്ററിലുള്ള ഒരു കുഞ്ഞ് സർജറിയൊക്കെ ചെയ്യുന്നതിനും ഡോക്ടർക്ക് വേണേൽ ഇവിടെ ട്രിവാൻഡ്രോ, കൊച്ചിയോ അങ്ങനെയുള്ള സിറ്റിയിൽ. ന്യൂറോലിങ്കിൻ്റെ സർജറി കംപ്ലീറ്റ്ലി ഓട്ടോമേറ്റഡ് ആണ്. ഓട്ടോമേറ്റഡ് ആണ്, ഒരു ഹ്യൂമൻ ഇൻ്റർവെൻഷനും ഇല്ല അതിൽ. ഈവൻ ഇപ്പം ഒരു പേഷ്യൻറ്റ് കിടക്കുമ്പോഴത്തേക്കും, സർജറിക്ക് കിടക്കുമ്പം ബ്രീതിങ് കാരണം ചെറിയ അനക്കം കാണുമല്ലോ, അതുപോലും ഫാക്ടർ ചെയ്തുകൊണ്ടാണ് ഈ റോബോട്ട് സർജറി ചെയ്യുന്നത്. നമ്മൾ ഒരു 5 years 10 years ടൈമിൽ ഒരു റെവല്യൂഷൻ ആയിരിക്കും ചിലപ്പം വരാൻ പോകുന്നത്. അതായത് ഗവൺമെൻറ് സെക്ടറിൽ, കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഹെൽത്ത് സൈഡിൽ ഡെവലപ്മെൻറ്റ് ഉള്ളതെന്നാണ് നമ്മൾ പറയുന്നത് ഇന്ത്യയിൽ. പക്ഷേ കേരളത്തിൽ തന്നെയും ഗവൺമെൻറ് സെക്ടറിൽ റോബോട്ടിക് സർജറി റീസെൻ്റ്ലി ആണ് വന്നത്. ഒരു 1 month എന്തോ ആയിട്ടുള്ളൂ. നമ്മൾ പത്രത്തിൽ വായിച്ചു, RCCയിൽ
2 സർജറി റോബോട്ട് നടത്തിയെന്നും പറഞ്ഞിട്ട് വായിച്ചു. അവർ സുഖം പ്രാപിച്ചു വരുന്നു എന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോഴാണെങ്കിലും അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുതിയ ആയിട്ട് ടെക്നോളജി ഡെവലപ്പ് ചെയ്ത് വരുമ്പം അപ്ഗ്രേഡേഷൻ ഇതിലും ഉണ്ടാകും. അപ്പം തീർച്ചയായിട്ടും സാധാരണ ആൾക്കാർക്കും ഇതിൻ്റെ പ്രയോജനം കിട്ടും. കാരണം സ്പീഡ് കൂടുകയാണ്, പ്രിസിഷൻ കൂടുകയാണ്, ആൾക്കാർ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുകയാണ്. സ്പീഡ് കൂടുമ്പം അതായത് ഇത്രയും വെയിറ്റിംഗ് ടൈം കുറയുകയാണ്. അപ്പം ആൾക്കാർ രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ടെക്നോളജി വെച്ചിട്ട് വലിയ ഗുണങ്ങളാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഒരു ഹ്യൂമൻ ഡോക്ടർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എക്സ്പീരിയൻസ് ഓൾസോ മാറ്റേഴ്സ്. ഇത്രയും ഒരു 15 years അല്ലെങ്കിൽ 20 years 25 years എക്സ്പീരിയൻസ് ഉള്ള ആൾ would be of course highly skilled as opposed to someone who is new to the trade. പക്ഷേ റോബോട്ടിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ AI-യുടെ കാര്യം പറയുമ്പോഴത്തേക്കും ഹ്യൂമൻ നോളജിൽ എന്തൊക്കെ അവൈലബിൾ ആണ്, എന്തൊക്കെ ഉണ്ട്, അതെല്ലാം ആ ഒരു മെഷീനിന് ആക്സസിബിൾ ആണ്. അപ്പോൾ വി ആർ ടോക്കിംഗ് അബൌട്ട് പ്രോബ്ലി ഹൺഡ്രഡ്സ് ഇഫ് നോട്ട് തൗസൻഡ്സ് ഓഫ് ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ്. അപ്പം അത് ഇങ്ങനത്തെ ഏതൊരു മെഷീനിലും ആണെങ്കിൽ റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അത് കംപ്ലീറ്റ്ലി ദെൻ ഹെൽത്ത് കെയറിന് ഇൻ ദാറ്റ് സെൻസ് ഡെമോക്രറ്റൈസ് ചെയ്യും. കറൻ്റ്ലി ന്യൂറലിങ്കിലെ സയൻറ്റിസ്റ്റ് ചോദിച്ചാൽ ദേ ആർ ജസ്റ്റ് വറീഡ് അബൌട്ട് ഈ ബേസിക്സ് ഓഫ് ഫിഗറിങ് ഔട്ട് ദ ഹ്യൂമൻ ബ്രെയിൻ, അതിനെ എങ്ങനെ മാപ്പ് ചെയ്യുക എന്നുള്ളത്. സോ 2020 അവർ ചെയ്ത ടെസ്റ്റ് ഗെർട്രൂഡ് എന്ന് പറഞ്ഞ ഒരു പിഗിനെ പുറത്ത് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഡെമോ എലോൺ മസ്ക് കാണിച്ചായിരുന്നു. അതിൽ അവർ ചെയ്യാൻ നോക്കിയെന്ന് വെച്ചാൽ അവർ ബ്രെയിൻ സിഗ്നൽസിനെ സ്റ്റഡി ചെയ്തു. ഇപ്പം പിഗിൻ്റെ ബ്രെയിനിൽ റിസപ്റ്റേഴ്സ് വെച്ചിട്ട് ബ്രെയിൻ സിഗ്നൽസ് റീഡ് ചെയ്യാൻ നോക്കുവാണ്. ഇപ്പം ഒരു പിഗ് ആഹാരം കഴിക്കുമ്പോൾ എങ്ങനത്തെ സിഗ്നൽസാണ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഒരു കാലനക്കുമ്പം ഒരു ഹൈൻഡ് ലെഗ് അനക്കുമ്പോൾ എന്ത് സിഗ്നൽസ് ഉണ്ടാവുന്നു, ഇത് കളക്ട് ചെയ്തിട്ട് എന്നിട്ട് ബ്രെയിനിൻ്റെ ഏത് ഭാഗമാണ് ആക്റ്റീവ് ആവുന്നത് എന്നിട്ട് അതിനെ റിവേഴ്സ് എഞ്ചിനീയർ ചെയ്യാൻ നോക്കിയതാണ്. ദാറ്റ് ഓക്കെ, ഈ ബ്രെയിനിൻ്റെ ആ ഒരു ഭാഗത്തിനെ നമ്മൾ എക്സ്റ്റേണൽ കറണ്ട് വെച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്താൽ എന്നാൽ അതേ ഹൈൻഡ് ലെഗ് വീണ്ടും അതേപോലെ അനങ്ങുമോ എന്നുള്ളതാണ്. അതായത് ആ സിഗ്നൽസ് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലെഗ് മൂവ്മെൻറ്റ് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അതെ, അതിൻ്റെ ഡെമോ ആണ് 2020 കാണിച്ചത്. അതിൽ അവർ ഈ ഗട്ട്റൂഡിനെ എക്സ്റ്റേണലി സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് അത് ഒരു ട്രെഡ്മില്ലിൽ അവർ നടക്കുന്ന ഒരു വീഡിയോ ഉണ്ട്. പിഗ് അറിയാതെ തന്നെ എൻ്റെ കാല് പൊക്കുവാണ് ബൈ എൻ എക്സ്റ്റേണൽ സ്റ്റിമുലസ്. ഇതിനെ അപ്പോൾ ഇത് കാണുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് സ്കേറി ബിക്കോസ് ഇഫ് യു എക്സ്ട്രാപ്പുലേറ്റ് ഇറ്റ് അക്രോസ് ഒരു ഹ്യൂമൻ്റെ പുറത്ത് ഇംപ്ലാന്റ് ചെയ്താൽ ആൻഡ് ഇഫ് യു ക്യാൻ ഗോഡ് ഫോർബിഡ് ഹാക്ക് ന്യൂറലിങ്ക്, അങ്ങനെയാണെങ്കിൽ മറ്റൊരാൾ കൺട്രോൾ ചെയ്താൽ, ഒരാളുടെ ദേഹത്ത് ഇംപ്ലാന്റ് ചെയ്തു, ഇപ്പം നിൻ്റെ ദേഹത്ത് ഇംപ്ലാന്റ് ചെയ്തു, ഞാനാണത് കൺട്രോൾ ചെയ്യുന്നെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്താൽ ആരെ ശിക്ഷിക്കും? അതെ, എങ്ങനെ, എന്നെയോ അതോ നിന്നെയോ? എക്സാക്ട്ലി. അത് ഹാക്ക് ചെയ്യുന്നത് ഒരു പക്ഷേ കണ്ടുപിടിക്കാൻ പറ്റുമോ ഇല്ലയോ. അപ്പം തിങ്സ് ബിക്കം റിയലി കോംപ്ലിക്കേറ്റഡ്. ഇപ്പോൾ ഐ കുഡ് കമ്മിറ്റ് എ ക്രൈം ബട്ട് യു കനോട്ട് പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് മീ ഹൂ ഡിഡ് ഇറ്റ് ഓർ സം എക്സ്റ്റേണൽ ഇൻപുട്ട് ദറ്റ് കെയിം ഇൻ ഫ്രം ദി ഇൻ്റർനെറ്റ് ഓർ സം അതർ. അപ്പോൾ അത് ആ ഒരു കോംപ്ലിക്കേഷൻ കൊണ്ടുവരുന്നുണ്ട്. ഈ ഡിവൈസ് ഷട്ട് ഡൗൺ ചെയ്യിച്ചു കഴിഞ്ഞാൽ അയാൾ ചിലപ്പം ഡെത്തിലേക്ക് പോകാം, അല്ലെങ്കിലൊരു ഭ്രാന്തനായിട്ട് മാറാം, അല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടൊക്കെ വർക്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ആയി പോകാം. സോ അതിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സ്റ്റേജ്, ഇപ്പം ഇതിൽ മൾട്ടിപ്പിൾ സ്റ്റേജസ് പറയുന്നുണ്ട് പലരും എക്സ്പേർട്സ്. ഫസ്റ്റ് വാട്ട് വി ക്യാൻ എക്സ്പെക്ട് സൂണർ വിച്ച് ഈസ് ഇപ്പം ഫൈനലി എന്താണിത്, ബ്രെയിൻ കമ്പ്യൂട്ടർ ഇൻ്റർഫേസ് ആണല്ലോ. അതെ, അപ്പം ബ്രെയിനിൽ നിന്ന് എനിക്ക് വേണമെങ്കിൽ ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, തിരിച്ചും ചെയ്യാൻ പറ്റും ടെക്നിക്കലി സ്പീക്കിംഗ്. അതെ, കമ്പ്യൂട്ടറിൽ നിന്ന് എനിക്ക് ഡേറ്റ ബ്രെയിനിലേക്ക് കൊണ്ടുവരാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇഫ് ഐ വോണ്ട് ടു സ്റ്റഡി സംതിങ് കോംപ്ലെക്സ്, അതിൻ്റെ വേണ്ട ഫോർമാറ്റിൽ ഡേറ്റ അവൈലബിൾ ആണെങ്കിൽ എനിക്കത് ബ്രെയിനിലേക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. എനിക്ക് ലാംഗ്വേജ് ഒക്കെ പഠിക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ സംഭവങ്ങളും ബ്രെയിനിലേക്ക് ഫീഡ് ചെയ്യാൻ പറ്റും. അപ്പം അല്ലെങ്കിൽ യു കുഡ് കണക്ട് യുവർ ന്യൂറലിങ്ക് ഡിവൈസ് ടു ദ ഇൻ്റർനെറ്റ്. എനിക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ നീ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴോ റിസർച്ച് ചെയ്യുമ്പോഴോ വേണമെങ്കിൽ ChatGPT നമ്മൾ ടൈപ്പ് ചെയ്യുവാണ്. യു കുഡ് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ChatGPT വിൽ ഓർ ആ ഒരു സമയത്ത് AI സിസ്റ്റം ഏതാന്ന് വെച്ചാൽ ഡേറ്റ ഇൻ ടു യുവർ ബ്രെയിൻ. Now how will it come in? It could come in the form of a text. ടെക്സ്റ്റായിട്ട് എനിക്ക് മൈൻഡിൽ വരും.
എന്നിട്ട് നിനക്കത് റീഡ് ചെയ്യാം. അത് ദാറ്റ് കുഡ് ബി വൺ ഫസ്റ്റ് ഫേസ് എന്ന് വേണേൽ ഫസ്റ്റ് ലെവൽ എന്ന് വേണേൽ വയ്ക്കാം. സെക്കൻഡ് ലെവൽ വുഡ് ബി that comes in as data itself, not as a text which you read and convert into a thought, but comes as a thought itself. Okay. Then at some point you will probably lose track what is data from your brain and what is data which is pulled from the internet. ആ ഒരു ആസ്പെക്റ്റിൽ ഗ്രേ ഏരിയ വന്നു തുടങ്ങും. പിന്നെ ആ ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇഫ് യു ഗോ ടു ദ നെക്സ്റ്റ് ലെവൽ, ഒരു AI സിസ്റ്റം കംപ്ലീറ്റ്ലി നിനക്കിതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നീ ഒരു കാൽക്കുലേഷൻ, ഒരു കോംപ്ലിക്കേറ്റഡ് കാൽക്കുലേഷൻ നിനക്കിരുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. നീ സിസ്റ്റത്തിൽ നീ റിക്വസ്റ്റ് പ്ലേസ് ചെയ്യുന്നു, അത് സെർവറിൽ പോയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് അയക്കുന്നത്. അപ്പം കാരണം നമ്മൾ തോട്ടിൽ നിന്നാണ്, ആ തോട്ട് അത് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ട് തോട്ടായിട്ട് തന്നെ വന്നു. അപ്പോൾ എനിക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു. അതെ അതെ. എനിക്കൊരു സ്പീച്ച് ഡെലിവറി ചെയ്യുന്നുണ്ടെങ്കിൽ വന്നങ്ങ് സ്പീച്ച് ചെയ്താൽ മതി. അതെ, ഇങ്ങനെ കിട്ടിക്കോ വന്നുകൊണ്ടിരിക്കും. അതെ. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും ഈസ് ദിസ് ദി എൻഡ് ഓഫ് ജീനിയസസ് ഓർ സെവൻസ്? നമ്മൾ ഹൈ IQ ലെവൽ 200, 240 IQ ലെവലുള്ള ആൾക്കാർ പറയുന്നത് ഈസ് ദിസ് ദി എൻഡ് ഓഫ് ഇറ്റ്? ലൈക്ക് എവരിബഡി ബിക്കംസ് എ ജീനിയസ്. അപ്പം പക്ഷെ അവിടെ ഒരു ഡിസ്പാരിറ്റി വരാൻ പോകുന്നത്, ചിലപ്പോൾ ഇത് ക്വയറ്റ് എക്സ്പെൻസീവ് ആയിരിക്കും ഈ ടെക്നോളജി. അപ്പോൾ ഈ ടെക്നോളജി ആക്സസ് ചെയ്യാൻ ആ എക്സ്പെൻസീവ് ആയിട്ടുള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. അല്ലാത്തവർക്ക് ഇത് പറ്റുകയില്ല. അവർ വേറൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. നമ്മൾ ഇപ്പം പറയുന്ന ജാതി മതമൊന്നും അല്ലാതെ AI ആക്സസിബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇതുപോലെ ചിപ്പ് ഇംപ്ലാന്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെ ചെയ്ത് കഴിഞ്ഞ ഒരു ഗ്രൂപ്പ്, ഇല്ലാത്ത ഒരു ഗ്രൂപ്പ്, അങ്ങനെയൊക്കെ ആയിരിക്കും. ഇല്ലാത്ത ഒരു ഗ്രൂപ്പ് ഓൾറെഡി ഒരു ഗ്രൂപ്പ് ഉണ്ട്, എഡ്യൂക്കേഷൻ ആക്സസിബിൾ ആയിട്ടുള്ളൊരു ഗ്രൂപ്പ്, അല്ലാത്ത ഗ്രൂപ്പ് ഉണ്ട്. അതിൽ തന്നെ ഇപ്പം കേരളം പോലത്തെ സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് സ്കൂൾസ് ആർ ഗുഡ്. ബാക്കി സംസ്ഥാനങ്ങളിൽ ഗവൺമെൻറ് സ്കൂൾസ്, പല സംസ്ഥാനങ്ങളിലും ഗവൺമെൻറ് സ്കൂൾസ് ക്വാളിറ്റി ആർ റിയലി ബാഡ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും യു ആർ ആക്ച്വലി ക്രിയേറ്റിംഗ് ദാറ്റ് ഗ്രൂപ്പ്. വെച്ചാൽ എഡ്യൂക്കേഷൻ ആക്സസ് ഉള്ള ഗ്രൂപ്പ്, അവർക്ക് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എഡ്യൂക്കേഷൻ ആക്സസ് ഇല്ലാത്ത ഗ്രൂപ്പ്, അവർ ദേ വിൽ കണ്ടിന്യൂ ഡൂയിങ് ഡെയിലി വേജ് വർക്ക്. അതിൻ്റെ പുറത്തൊരു അഡീഷണൽ ലെയർ ആണിത്. ഓൺ ടോപ്പ് ഓഫ് ഇറ്റ് AI ആക്സസ് ഉള്ള ഗ്രൂപ്പ്. ഡിജിറ്റൽ ഡിവൈഡ് എന്ന് പറയുന്ന പോലെ അടുത്ത എന്താണ് വേറൊരു ടെക്നോളജിക്കൽ ഡിവൈഡാണ് വരാൻ പോകുന്നത്. അതെ. നമ്മൾ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റി ഒരു എപ്പിസോഡ് നമ്മൾ നേരത്തെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇഫ് യു മേ വോണ്ട് പ്ലീസ് ചെക്ക് ഇറ്റ് ഔട്ട്. അതിൽ നമ്മൾ പറയുന്നൊരു കാര്യം ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് സിംഗുലാരിറ്റി എന്ന് പറഞ്ഞ ആസ്പെക്ട്. ചില AI ഡെവലപ്പ് ചെയ്ത് ഇപ്പം തന്നെ ഇപ്പോൾ ChatGPTയുടെ കറൻറ്റ് വേർഷൻ ഏതൊരു ടെസ്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ലോ എക്സാം ആണെങ്കിലും, എഞ്ചിനീയറിംഗ് ടെസ്റ്റ്, മെഡിക്കൽ ടെസ്റ്റ് എന്താണെങ്കിലും 97, 99, 94, 96 ആ പെർസെൻറ്റൈലാണ് നിൽക്കുന്നത്. ബട്ട് മീനിങ് വെരി ഗുഡ് ഇൻ ദാറ്റ് സെൻസ്. അപ്പം ദിസ് വിൽ ഓൺലി ഗെറ്റ് ബെറ്റർ. ഇനി അടുത്ത ChatGPT 4.5 5 ഒക്കെ ഇറക്കുമ്പോഴത്തേക്കും അത് 100% ആയിരിക്കും. ആൻഡ് ദെൻ ഇറ്റ് വിൽ അറ്റ് സം പോയിന്റ് ബിക്കം ബെറ്റർ ദാൻ ഹ്യൂമൻ ബീയിങ്സ്, റൈറ്റ്? അപ്പം മസ്ക് പറയുന്ന പറഞ്ഞാൽ സോ ബേസിക്കലി വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് AI കമ്പ്യൂട്ടർ ആണെന്നേ ഉള്ളൂ. ഇറ്റ് ഈസ് ലൈക്ക് എ ഡിഫറെൻറ്റ് സ്പീഷീസ് വിച്ച് ഈസ് സുപ്പീരിയർ ദാൻ അസ്. അതെ. പക്ഷേ ഹ്യൂമൻസ് നമ്മൾ എവല്യൂഷനിൽ സ്റ്റക്കാണ്. നമുക്ക് എവല്യൂഷണറി പ്രോസസ്സ് അനുസരിച്ചേ ഇവോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് പെട്ടെന്ന് കയറി കമ്പ്യൂട്ടറിന് ഓരോ വർഷം കഴിയുമ്പോഴത്തേക്കും ജനറേഷൻസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്രയോ തൗസൻഡ്സ് ഇയേഴ്സിൻ്റെ എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ആ ഫാസ്റ്റിൽ ഇവോൾവ് ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മൾക്ക് ഇവോൾവ് ചെയ്യണമെങ്കിൽ വി നീഡ് മെഷീൻ ടു ബി ഇൻറ്റിഗ്രേറ്റഡ് ഇൻ ടു അവർ ബോഡി സോ ദാറ്റ് വി ബിക്കം ബയോണിക് ഹ്യൂമൻ ബീയിങ്സ്. So that we can then upgrade ourselves. വരും വർഷങ്ങളിൽ മെഷീൻസ് ഈ സിംഗുലാരിറ്റി അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം തന്നെ മെഷീനുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ പറയുകയാണ് മെഷീനറി വെച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹ്യൂമൻ ചെയ്യുന്നതിൽ പ്രിസിഷൻ ആയിരിക്കും. നമ്മളൊരു തെങ്ങ് വെട്ടുന്നത് കുറേ നാളിന് മുന്നേ ആൾക്കാർ മഴു വെച്ചിട്ട് വെട്ടി മണിക്കൂറുകളെടുത്ത് വെട്ടിയെടുക്കുമായിരുന്നു. അപ്പോൾ അത്രയും ആ ഒരു ചോപ്പ് ചെയ്ത് കളയുന്നതിൻ്റെ അത്രയും വേസ്റ്റ് വരുന്നുണ്ട്. ഈവൻ ആ മൂട്ടിലായിരിക്കും വെട്ടുന്നത്. മൂട്ടി വെട്ടുമ്പോൾ അത്രയും കാതലായിട്ടുള്ള ഗുഡ് വുഡാണ് ആ ചോപ്പ് ചെയ്ത് പോകുന്നത്. പക്ഷേ ഇപ്പം മെഷീൻ വന്നപ്പം വേസ്റ്റ് ഒന്നുമില്ല, വളരെ കുറച്ച് ഏരിയ മാത്രമേ വേസ്റ്റായി പോകുന്നുള്ളൂ, അല്ലാതെ വേസ്റ്റ് ആകുന്നതേ ഇല്ല. പ്രിസിഷനും വന്നു കഴിഞ്ഞു. അപ്പോൾ ദാറ്റ് മീൻസ് ഹ്യൂമനേക്കാളും പ്രിസിഷൻ മെഷീൻസ് കൊണ്ടുവരുന്നു, ക്വാളിറ്റി മെഷീൻസ് കൊണ്ടുവരുന്നു. അപ്പോൾ
ഇനി വരാൻ പോകുന്ന വർഷങ്ങളിൽ ഹ്യൂമണിന് കോമ്പീറ്റ് ചെയ്യേണ്ട മെഷീൻസുമായിട്ടാണ്. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ ഇതേപോലത്തുള്ള സംഭവങ്ങൾ എക്സ്ട്രാ ആയിട്ട്. സോ ഇതിൽ എക്സ്പേർട്സ് പറയുന്നത് വെച്ചാൽ ഹ്യൂമൻസ് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടായാൽ അതിൻ്റെ റിസ്ക്സ് ഉണ്ട്. വി ക്യാൻ ടോക്ക് ദാറ്റ് അബൌട്ട് സെപ്പറേറ്റ്ലി. അങ്ങനെ ആയാൽ ഒരു ഹൈവ് മൈൻഡ് എന്ന് പറയും. വെച്ചാൽ നമ്മളിപ്പോൾ എല്ലാം ഇൻഡിവിജ്വലി ഞാനും ചിന്തിക്കുന്ന പോലെയല്ല, നീ ചിന്തിക്കുന്ന പോലെയല്ല വേറെ ആരും ചിന്തിക്കുന്നത്. പക്ഷേ ത്രൂ ദിസ് നെറ്റ്വർക്ക് ബ്രെയിൻസ് വിൽ ഗെറ്റ് കണക്റ്റഡ് ലൈക്ക് കമ്പ്യൂട്ടേഴ്സ് ആർ കണക്റ്റഡ് ത്രൂ ഇൻ്റർനെറ്റ്. അതുപോലെ ഹ്യൂമൻ ബ്രെയിൻസ് വിൽ ബി കണക്റ്റഡ് ത്രൂ ന്യൂറൽ ലിങ്ക് and get connected. network of brains ആണ്. അപ്പം that is it seems the farthest corner. അപ്പം മനസ്സിലായി. so we can all operate in uniformity. ഇതൊരു double edged sword ആണ്, because this becomes then very easy for a government which wants to manipulate the public in a particular direction, or even a private company to manipulate the user behavior. യൂസറിന് ആവശ്യമില്ലാത്തൊരു പ്രോഡക്റ്റ് തന്നെ മേടിപ്പിക്കണമെങ്കിൽ ഓക്കെ ദേ ക്യാൻ മാനിപ്പുലേറ്റ്. പക്ഷേ ഹിസ് ഇൻറ്റൻഷൻ ഇസ് ദാറ്റ് വി ഓൾസോ അലോങ് വിത്ത് AI ഹ്യൂമൻസ് ഓൾസോ നീഡ് എ വേ ടു അപ്ഗ്രേഡ് അവർ സെൽസ്. that is true. ഇപ്പോൾ നമ്മൾ ഈ സംസാരിച്ചുകൊണ്ടിരുന്നപ്പം വന്ന 2 തോട്ടുകളാണ്. ഒന്ന് ഈ പറഞ്ഞ സംഭവം, അതായത് ഇപ്പം നമ്മൾ എൻ്റെ ഈ മൊബൈലുണ്ട്, എനിക്ക് വൈഫൈ വേറൊരാളുമായിട്ട് ഷെയർ ചെയ്യാം. ഓക്കെ, അത് ആ ഒരു എക്യുപ്മെൻ്റ്, അതിൻ്റെ ഈ ബ്രെയിൻ്റെ വൈഫൈ അത് ഞാൻ അടുത്ത ആളുമായിട്ട് എൻ്റെ ബ്രെയിൻ ഷെയർ ചെയ്യാൻ വേണമെങ്കിൽ അങ്ങനെ കാരണം ആ ഇൻഫർമേഷൻ വേറൊരാൾക്ക് അറിഞ്ഞു. ഇപ്പം പരീക്ഷ സോ ഇത് മ്യൂച്വലി കൺസെൻറ്റ് ചെയ്തിട്ട് ടെലിപാത്തിക് കോൺവെർസേഷൻ ആണ് അവർ അടുത്ത ഈ എൻഹാൻസ്മെൻറ്റിൽ ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഇഫ് ഐ സോ ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് പോയി എന്നിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സീനറി കണ്ടു, എനിക്ക് നിൻ്റെ അടുത്ത് അത് വന്ന് എക്സ്പ്രസ് ചെയ്യണമെങ്കിൽ ഞാൻ വാക്കുകൾ കൊണ്ട് എക്സ്പ്രസ് ചെയ്യും. പക്ഷെ അത് ആ ഒരു ഞാൻ കണ്ട കാര്യത്തിൻ്റെ ഒരു അംശം പോലും അത് എനിക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇഫ് ഐ ക്യാൻ പാസ് ഓൺ ദാറ്റ് തോട്ട് ആൻഡ് ഈവൻ ദാറ്റ് എക്സ്പീരിയൻസ് ടു യു, പിന്നെ യു വിൽ ഗെറ്റ് ദാറ്റ് എക്സ്പീരിയൻസ് ഇൻ ഇറ്റ്സ് എൻറ്റയറിറ്റി വിതൗട്ട് എനി ലോസ് ഇൻ ട്രാൻസ്ലേഷൻ. ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ടെലിപാത്തിക് കമ്മ്യൂണിക്കേഷൻ വിൽ ബി പോസിബിൾ ത്രൂ ദിസ്. ആക്ച്വലി ഈവൻ this is not a new thing, it seems. There was ഞാൻ ഒരു അറ്റ്ലീസ്റ്റ് ഒരു 10 years മുമ്പെങ്കിലും ഒരു ഹാർവേർഡ് ഓർ ഓക്സ്ഫോർഡ് സയൻറ്റിസ്റ്റ് I was seeing that he used some RFID transmitter ഉപയോഗിച്ചിട്ട് he and his wife were able to have some telepathic communication. പക്ഷേ it is just thought communication, not image or video or anything, thought related communication. ഈവൻ ന്യൂറാലിങ്ക് അല്ലെങ്കിലും ബാക്കിയുള്ള കമ്പനികൾ ഈ ഡെവലപ്മെൻറ്റുമായിട്ട് മുന്നോട്ട് പോകും. കാരണം AI അത്രയ്ക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈവൻ 2 years ബാക്ക് അല്ലെങ്കിൽ 3 years ബാക്ക് ഇത് ഈ പിക്ചറല്ലായിരുന്നു. AI ഇത്രയും അഡ്വാൻസ്ഡ് അല്ല, ഇത്രയും എയുടെ സപ്പോർട്ട് കിട്ടുന്നില്ല. ഉണ്ട് ഓഫ് കോഴ്സ്, ബട്ട് ഇത്രയും സപ്പോർട്ട് കിട്ടുന്നില്ല. പക്ഷേ ആ സെനാരിയോ മാറി. ഇപ്പം ന്യൂറോലിങ്ക് ആയാലും വേറെ ഏത് കമ്പനി ആയാലും, സിങ്ക്രോൺ അതേപോലത്തെ കമ്പനി, അതായത് ബിൽ ഗേറ്റ്സും ജെഫ് ബെസോസും കൂടെയുള്ള ഒരു കമ്പനി, സിങ്ക്രോൺ എന്ന് പറയുന്ന കമ്പനി, ഇതൊക്കെ ആണെങ്കിൽ ഇവരെല്ലാം പല സംഭവങ്ങളും ഇംപ്ലാന്റ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ ഇലക്ട്രോഡ്സൊക്കെ ഇംപ്ലാന്റ് ചെയ്തിട്ട് എല്ലാവരും ട്രീറ്റ്മെൻറ്റ് ഏരിയയിലാണ് ഫോക്കസ് ചെയ്യുന്നത് ആസ് ഓഫ് നൗ. അതാണല്ലോ ഏറ്റവും അത്യാവശ്യം വേണ്ടത്. അതിനാണ് അപ്രൂവൽസ് കിട്ടാൻ എളുപ്പം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഒരു ലെവലിലേക്ക് വരുമ്പോൾ ഇത് മാറും. എനിക്ക് തോന്നിയ 2ാമത്തെ തോട്ട്, ഇപ്പം നമ്മൾ പെറ്റ്സിനെയൊക്കെ വളർത്തുന്നുണ്ട്, ഡോഗ് അല്ലെങ്കിൽ ക്യാറ്റ് അല്ലെങ്കിൽ പാരറ്റ് വോട്ടെവർ. പക്ഷേ ഇതിനെ നമുക്ക് ട്രെയിൻ ചെയ്യാനല്ല, എനിക്ക് വിധേയനാക്കാൻ പറ്റും. അവരുടെ ബ്രെയിനിലേക്ക് ഒരു ചിപ്പ് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചിന്തിക്കുന്ന രീതിയിൽ ഞാൻ പറയുന്നത്, അപ്പോൾ ഞാൻ ഉടമസ്ഥനാണ്, അല്ലെ ഞാനാണ് അവൻ്റെ മാസ്റ്റർ എന്നുള്ള രീതിയിൽ ആ കമ്മിറ്റ്മെൻറ്റ് കൊണ്ടുവരുത്താൻ പറ്റും. അപ്പോൾ അത് ഇത്രയും റിസ്ക് വേറെ അനിമലിലാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനത്തെയുള്ള ഫീൽഡൊക്കെ ഡെവലപ്പ് ചെയ്ത് വരാൻ വലിയ സാവകാശം വേണമെന്ന് തോന്നുന്നില്ല, അല്ലേ? അതെ, അറ്റ്ലീസ്റ്റ് അതിലൊന്നും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അത്രയും സ്ട്രിക്റ്റ് റെഗുലേഷൻ്റെ ആവശ്യം അത്രയും വരില്ല. നമ്മളിപ്പം ഡോഗിനെ തന്നെ ഗൈഡ് ഡോഗ്സ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. കാരണം ബ്ലൈൻഡ് ആയിട്ടുള്ള വേറെ ഹെൽപ്പ് ചെയ്യാനൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക് ഈ ഡോഗാണ് ഹെൽപ്പ് ചെയ്യുന്നത്. പക്ഷേ ഈ ഡോഗിലേക്ക് ഇങ്ങനൊരു
ടെക്നോളജി ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം ഇയാൾക്കൊന്നും പറയണ്ട, ഡോഗിന് വേണേൽ ഇത് ആക്സസ് ചെയ്യാം. ഈ ഗൂഗിൾ മാപ്പൊക്കെ ആക്സസ് ചെയ്ത് എവിടെ പോകേണ്ടതെന്നൊക്കെ സെറ്റ് ചെയ്ത് ഇയാളെ അവിടെ എത്തിക്കാം. അതെ അതെ. വേറൊരു റിസ്ക് പറയുന്നത് ഇൻ്റർനെറ്റിലേക്കുള്ള ഒരു ആക്സസിനെ പറ്റിയാണ്. ബിക്കോസ് ഇപ്പം ഒരു തോട്ട് ഒരാളുടെ മനസ്സിലിടുക എന്ന് പറഞ്ഞാൽ, യു ക്യാൻ ആക്ച്വലി യൂസ് എ തോട്ട് ഓർ എൻ ഐഡിയ ടു മാനിഫെസ്റ്റ് ഇൻ എ വെരി നെഗറ്റീവ് വേ ഓൾസോ. ഒരു ക്രിമിനൽ മൈൻഡിലേക്കോ അല്ലെങ്കിൽ വളരെ നെഗറ്റീവായിട്ടുള്ളൊരു ഒരു സൊസൈറ്റി കംപ്ലീറ്റ് വേണമെങ്കിൽ ആ ഒരു വഴിയിലേക്ക് തിരിച്ചുവിടാൻ പറ്റും. ആ റിസ്ക് തന്നെ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റാനും പറ്റും. അതാണ്, ദീസ് ആർ ഓൾ ഡബിൾ എഡ്ജ് സ്വോർഡ്. ഏതൊരു പുതിയ ടെക്നോളജി ആണെങ്കിലും അതിനെ ആദ്യം മിസ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെയാണ് നമ്മൾ അതിൽ പഠിക്കുന്നത്, ഓക്കെ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഈവൻ ആറ്റം ബോംബെ പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. നമ്മുടെ നാച്ചുറൽ നേച്ചർ അതിനെ മിസ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതെ അതെ. കാരണം അതർ സൈഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതെ. പിന്നെയാണ് ഇപ്പുറ സൈഡ് നോക്കുന്നത്. ലൈക്ക് നമ്മൾ ആറ്റം ബോംബിൻ്റെ കാര്യം പറഞ്ഞില്ല, ആദ്യം നമ്മൾ കണ്ടുപിടിച്ചു, വി എക്സ്പ്ലോർഡ്, ദെൻ വി ലേൺ ദറ്റ് ഓക്കെ ദിസ് ഇസ് ടു ഡേഞ്ചറസ് ടു പ്ലേ വിത്ത്, ഓക്കെ ദെൻ ലെറ്റ്സ് ബി കെയർഫുൾ, മ്യൂച്വലി അഷ്യൂർഡ് ഡിസ്ട്രക്ഷൻ, അല്ലെങ്കിൽ നോ ഫസ്റ്റ് യൂസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾ കൺട്രീസ് ആർ റിഫ്രൈനിങ്. അല്ലെങ്കിൽ ഈവൻ മൊബൈൽ ക്യാമറ ഒക്കെ ആദ്യം ഇറങ്ങിയപ്പോഴത്തേക്ക് ദർ ലോട്ട്സ് ഓഫ് MMS സ്കാൻഡൽസ്. പക്ഷേ പിന്നെ ആൾക്കാർ പഠിച്ചു, ഓക്കെ ഇത് കെയർഫുൾ ആവണം, ക്യാമറ എവിടെ വേണേൽ കാണാം, ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അഗെയിൻ ഹിയർ ഓൾസോ ദെയർ വിൽ ബി മിസ്യൂസ് അറ്റ് സം പോയിന്റ്. ദെൻ ദ ക്വസ്റ്റ്യൻ ഇസ് സെവറൽ അതർ തിങ്സ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം ഒരു പർട്ടിക്കുലർ ക്രൈം നടന്നിട്ടുണ്ട്. അപ്പം കുഡ് ഗവൺമെൻറ് ആസ്ക് യു ദാറ്റ് ഗവൺമെൻറ് വാണ്ട്സ് ആക്സസ് ഇൻ ടു യുവർ Neuralink memory. Yes. Even it could so happen that your memory is not even stored in your brain. Brain is connected to a cloud server. Serverലായിരിക്കും ചിലപ്പോൾ മെമ്മറി സ്റ്റോർ ചെയ്തിരിക്കുന്നത്. Or even in your brain for that matter. അപ്പോൾ ഗവൺമെൻറ് could ask information. For example, ഇപ്പം in the recent past there were several cases in which ഈ നമ്മുടെ എന്താണ് ആമസോൺ ഇക്കോ ഉണ്ടല്ലോ, ഈ അലക്സയുടെ ഡേറ്റ, ഇപ്പോൾ സം ക്രൈം ഹാപ്പൻഡ് ആൻഡ് ഈ അലക്സ എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈ അലക്സ എന്ന് പറയുമ്പോഴത്തേക്കും, അല്ലെ ഹൈ സിറി വാട്ടെവർ എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോഴാണ് അത് റെസ്പോണ്ട് ചെയ്യുന്നത്. പക്ഷേ റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അത് എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുകയാണ്, അത് എപ്പോഴും റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഡേറ്റ എപ്പോഴും അത് സെർവറിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം ആക്ച്വലി ആ അലക്സ അവിടെ റൂമിൽ ഇരിക്കുന്നുണ്ടെങ്കിലും അത് നമ്മൾ യൂസ് ചെയ്യുന്നില്ലെങ്കിലും അത് ഫുൾ ടൈം കേട്ടോണ്ടിരിക്കുകയാണ്. ബിക്കോസ് അതിന് ആ ഒരു ഇൻസ്ട്രക്ഷൻ കേൾക്കണം. ആ അലക്സ എന്ന് പറയുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ഇറ്റ്സ് ലിസണിങ് ടു എവറിത്തിങ്. ആ പ്രോസസ്സിങ് നടക്കുന്നത് ലോക്കലി ആ സ്ഥലത്തല്ല നടക്കുന്നത്. ലൈക്ക് ആ ഡിവൈസ് ഇസ് വെരി സ്മോൾ. ഇന്റർനെറ്റ് വഴിയാണ് പ്രോസസ്സിങ് നടക്കുന്നത്. സെർവറിൽ പോവും, അവിടെ നിന്ന് കമാൻഡ് വെച്ചിട്ട് ഓക്കെ അത് ഇമ്മീഡിയറ്റ്ലി റിയാക്ട് ചെയ്യും. അപ്പോൾ ഡേറ്റ ഈസ് ബീങ് സ്റ്റോർഡ്. അപ്പോൾ FBI വാസ് ട്രൈങ് ടു ഗെറ്റ് ഡേറ്റ ഫ്രം ആമസോൺ. ഒരു പർട്ടിക്കുലർ വീട്ടിൽ ക്രൈം നടന്നതിൻ്റെ അവിടുത്തെ അലക്സ എന്നുള്ള ഡേറ്റ ഒരു പ്രൂഫിന് വേണ്ടിയിട്ട്. ആൻഡ് ആമസോൺ വാസ് നോട്ട് വില്ലിംഗ് ടു ഗിവ്, ബിക്കോസ് ആമസോൺ ഹാസ് പ്രോബ്ലം. ബിക്കോസ് ആസ് എ കമ്പനി അവർ ഡേറ്റ റിവീൽ ചെയ്യാൻ തയ്യാറായാൽ ഒബ്വിയസ്ലി യൂസേഴ്സ് വിൽ ബി വെരി കെയർഫുൾ. ഇനി ലൈക്ക് അലക്സ ഈസ് ലിസണിങ് ടു എവറിത്തിങ് ആൻഡ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻക്രിമിനേറ്റിംഗ് എവിഡൻസ് അഗെയിൻസ്റ്റ് ദം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം അതേപോലത്തെ ഒരു സിറ്റുവേഷൻ ഇതിലും ഉണ്ടാവാം, വെരി വെരി പ്ലോസിബിൾ. ദാറ്റ് ഓക്കെ ഗവൺമെൻറ് വാണ്ട്സ് ഓർ ഇൻവെസ്റ്റിഗേറ്റീവ് ഏജൻസി വാണ്ട്സ് ഡേറ്റ, ദെൻ ക്യാൻ യു ഷെയർ ദാറ്റ് ഡേറ്റ? വിൽ യു ബി വില്ലിംഗ് ടു ഷെയർ ദാറ്റ് ഡേറ്റ? ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഷെയർ ദാറ്റ് ഡേറ്റ, ആക്സസ് ടു യുവർ ബ്രെയിൻ. പിന്നെ ആ ആക്സസ് ടു ബ്രെയിൻ ഏത് ലെവൽ വരെ വേണമെങ്കിൽ കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ വേണേലും ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അതെ. പിന്നെ അബൌട്ട് ഹൂ ഓൺസ് ബ്രെയിൻ ഡേറ്റ. അതെ, ഈ പ്രൈവസി അല്ലെ ഡേറ്റ സെക്യൂരിറ്റി ഒക്കെ. ഇപ്പം AI ഫോർ എക്സാമ്പിൾ, നമ്മൾ ഈ മിഡ് ജേർണി AI ബേസ്ഡ് ഇമേജ് ജനറേഷൻ സോഫ്റ്റ്വെയറിനെതിരെ ഒരു ലോ സൂട്ട് കുറച്ച് നാളായിട്ടുണ്ട് ബൈ ക്രിയേറ്റേഴ്സ് ഹു ഹാവ് പുട്ട് എ ലോ സൂട്ട് ഓൺ ദം ദാറ്റ് ഈ AI ഇമേജ് ഉണ്ടാക്കുന്നത് ഈസ് ബേസ്ഡ് ഓൺ AI studying millions of images already which is there on the internet. അപ്പം AI സിസ്റ്റത്തിന് റോയൽറ്റി ഈ ഒറിജിനൽ ഇമേജസ് ഉണ്ടാക്കിയ ആൾക്കാരോട് കൊടുക്കണ്ടേ എന്നുള്ളതാണ് ആ ഒരു ചോദ്യം വരിക. അപ്പം എഗെയിൻ ഇവിടെയാണെങ്കിലും ഇപ്പം നമ്മൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ ബ്രെയിൻ ഡേറ്റ യൂസ് ചെയ്തിട്ട് മേ ബി കമ്പനീസ് ക്യാൻ ഡിസൈഡ് ദെയർ പ്രോഡക്റ്റ് സ്ട്രാറ്റജി, ഗോ ടു മാർക്കറ്റ് സ്ട്രാറ്റജി. അപ്പോൾ ഈ ബ്രെയിൻ ഡേറ്റയുടെ ഹൂ ഇസ് ദി ഓണർ എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പ്രൈവസി എങ്ങനെ സെറ്റ് ചെയ്യും, അതിൻ്റെ ഡേറ്റ സെക്യൂരിറ്റി എങ്ങനെ മാനേജ് ചെയ്യും, അല്ലെങ്കിൽ നമുക്ക് ഇൻ്റർനെറ്റിൽ നമുക്ക് കറൻ്റ്ലി നമുക്ക് കോപ്പിറൈറ്റ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാം ബേസിക് ലെവലിലൊന്ന് കാണാം.
പക്ഷേ ബ്രെയിൻ ഇത് ആരുടെ ബ്രെയിനിലിരുന്ന സംഭവമാണ് എന്ന് പലരുടെയും ബ്രെയിനിൽ ഇത് കാണും. അതെ. പക്ഷേ അത് വെച്ചിട്ട് കോപ്പിറൈറ്റ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇപ്പം തന്നെ കോപ്പിറൈറ്റ് ലോ അനുസരിച്ച് ഇപ്പോൾ എൻ്റെ കയ്യിലൊരു ആശയം ഉണ്ടെങ്കിൽ ഞാൻ അറ്റ്ലീസ്റ്റ് ഇപ്പം ഞാൻ പോസ്റ്റ് ചെയ്യുന്നു, എഴുതി അത് എനിക്ക് തന്നെ പോസ്റ്റ് ചെയ്യുന്നു. അപ്പം ഇത് പോസ്റ്റ്മാൻ തിരിച്ച് എനിക്ക് തന്നെ കൊണ്ട് തരുമല്ലോ, ഇത് ഞാൻ കീപ്പ് ചെയ്യാം. അതൊരു വാലിഡ് എവിഡൻസ് ആണ്, എൻ്റെ ആശയമാണെന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് ആർക്കെങ്കിലും മെയിൽ അയക്കാം, അല്ലെങ്കിൽ എനിക്ക് തന്നെ മെയിൽ അയക്കാം ഇത് മുഴുവൻ എഴുതിയിട്ട്. അപ്പം എനിക്ക് വാലിഡിറ്റി വന്നു, ഇന്ന ദിവസം ഇന്ന ആശയം ഞാൻ. പക്ഷേ ഈ ആശയം തന്നെ പല ആൾക്കാരുടെയും ബ്രെയിനിൽ ഇരിപ്പം കാണും. ഞാനായിരിക്കും ഇത് എഴുതി അയച്ച് എനിക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബ്രെയിൻ ആക്സസ് ചെയ്യുമ്പം പല ആൾക്കാരിലും ഈ ആശയം കാണും. അപ്പോൾ അതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും? ഇയാളുടെ കോപ്പിറൈറ്റ് ആണ് ഇതെന്ന് എങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും? അതൊക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതാണ് ഇതിൽ അനദർ ചാലഞ്ച്. അതേപോലെ തന്നെ മുന്നേ പറഞ്ഞ ഓട്ടോണോമി ഓഫ് ദിസ് ഡേറ്റ, അത് ഞാനാണോ അതോ ഇപ്പോൾ ആമസോൺ ആണോ അതോ ഗവൺമെൻറ് ഓഫ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഏത് ഗവൺമെൻറ് ആണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ആണോ കസ്റ്റോഡിയൻ, അല്ലെങ്കിൽ ഓട്ടോണോമി അവർക്കാണോ? ഇതൊക്കെയാണ് വരുന്ന മറ്റ് ചലഞ്ചസ്. അല്ലെങ്കിൽ കോഗ്നിറ്റീവ് എബിലിറ്റി എൻഹാൻസ് ചെയ്യാൻ, അതൊരു പോസിറ്റീവ് സൈഡാണ്, എൻഹാൻസ് ചെയ്യുക. പക്ഷേ അത് ഒരു ലെവലിന് ശേഷം അതെങ്ങനെയാണ് ഒരു പാരിറ്റി അറ്റൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? അല്ലെങ്കിൽ നാച്ചുറലി ടൈം ഇൻവെസ്റ്റ് ചെയ്ത് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരാളും ഇതിൻ്റെ സഹായത്തോട് സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഒരാളും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടോ? അല്ലെങ്കിൽ ആർക്കാണ് കൺസിഡറേഷൻ നമ്മൾ കൊടുക്കേണ്ടത്? അപ്പം എനിവേ ഔട്ട്പുട്ട് ഒരേപോലെ വന്നെന്ന് കരുതുക, രണ്ടുപേരും ഒരേ ലെവലിലെത്തി, ഔട്ട്പുട്ട് ഒരേപോലെ വരുന്നു. പിന്നെ എന്തിന് ഞാൻ ഇയാളെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യണം? ബൈ ദി എൻഡ് ഓഫ് ദ ഡേ ഔട്ട്പുട്ടാണ് നോക്കുന്നത്. ഓക്കെ, രണ്ടുപേരും ദോഷങ്ങളൊന്നും ചെയ്യുന്നില്ല ആർക്കും, ഇങ്ങനെ വരികയാണ്. പക്ഷേ എത്തിക്കൽ സൈഡ് നോക്കുമ്പോൾ ഓക്കെ മറ്റേ ആളാണ് എത്തിക്കലി ഗുഡ്. അപ്പോൾ ക്യാപിറ്റലിസത്തിൽ അത് വരുന്നില്ല. നോട്ട് മച്ച് എത്തിക്സ്. ചില റിസൾട്ട് ഉണ്ടാക്കുക, ഔട്ട്പുട്ട് വേണം, നേരത്തെ പറഞ്ഞ മാതിരി. ദാറ്റ്സ് ഓൾ മോസ്റ്റ്ലി വാട്ട് മാറ്റേഴ്സ് അൺഫോർച്ചുനേറ്റ്ലി. പക്ഷെ അങ്ങനെ ആവാൻ പാടില്ല. മോറൽ സൈഡ് നോക്കുമ്പോൾ അങ്ങനെയല്ല. പക്ഷേ മാർക്കറ്റ് അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വൈസ് ഔട്ട്പുട്ട് മാത്രമേ നോക്കുള്ളൂ. പിന്നെ നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറേ കോൺസിക്വൻസസ് ഉണ്ട്. അതായത് സോഷ്യൽ, എക്കണോമിക്, സൈക്കോളജിക്കൽ കോൺസിക്വൻസസ്. അതായത് രണ്ട് സൈഡും നോക്കാം. ഞാനിത് ഇംപ്ലാന്റ് ചെയ്ത അല്ലെങ്കിൽ ഇംപ്ലാന്റ് ചെയ്ത കുറേ ആൾക്കാർ, ഇവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഇത് ചെയ്യാത്ത ആൾക്കാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അപ്പം ഇതിൻ്റെ കോൺസിക്വൻസസ് എന്തായിരിക്കും? ഒരു ഉദാഹരണം പറയാം. എക്കണോമിക് ഫാക്ടേഴ്സിൻ്റെ ഒരു കേസ്. ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഒരു സംഭവം 1960s ഇന്ത്യയിൽ നടന്നു. അപ്പോൾ ഗ്രീൻ റെവല്യൂഷൻ നടന്നപ്പോൾ ഒരു പഞ്ചാബ് ടിൽ ബംഗാൾ ഒരു പ്ലെയിൻ ഏരിയ ഉണ്ട്, ഗംഗാ പ്ലെയിൻ എന്ന് പറയുന്ന ആ ഒരു ഏരിയയിലാണ് ഇത് കൂടുതലായിട്ട് നടന്നത്. കൂടുതൽ വാട്ടർ ഉണ്ടായിരുന്നു, അതുപോലെ കൃഷി സ്ഥലങ്ങൾ, ഇതെല്ലാം. അപ്പോൾ നടന്നപ്പോൾ എന്ത് സംഭവിച്ചു? അതായത് ചെറുകിട കർഷകരുമുണ്ട്, വൻകിട കർഷകരുമുണ്ട്. ഇത് കൂടാതെ തന്നെ റീജിയൻ വൈസ് ഡിസ്പാരിറ്റി ഉണ്ടായി. ഈ റീജിയനിലുള്ള കർഷകർക്ക് കോളടിച്ചു, ബാക്കിയുള്ളവർ അവസ്ഥ വളരെ മോശമായി. കാരണം അവർ ശ്രദ്ധിക്കപ്പെട്ടു പോലുമില്ല. അപ്പോൾ ഒരു ഡിസ്പാരിറ്റി ഉണ്ടായി കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒരു ചെറുകിട കർഷകന് വലിയ ഗുണമൊന്നും ഉണ്ടായില്ല, വൻകിട കർഷകന് വലിയ ഗുണവും ഉണ്ടായി. അപ്പോൾ സൊസൈറ്റിയിൽ തന്നെ ആ പീസ്ഫുൾ എക്സിസ്റ്റൻസ് ഓഫ് സൊസൈറ്റിക്ക് തന്നെ അതൊരു പ്രശ്നമായി മാറി. കാരണം അവിടെ വയലൻസ് ഉണ്ടാകാൻ കാരണമായി, പിടിച്ചുപറി, അങ്ങനെ ഉള്ള പ്രശ്നങ്ങളുണ്ടായി. അപ്പോൾ സൊസൈറ്റിയുടെ സെക്യൂരിറ്റി, പീസ്ഫുൾ നേച്ചർ തന്നെ മാറി. അപ്പോൾ സൊസൈറ്റിയിലുണ്ടായ ഇമ്പാക്റ്റാണ് അത്. ഒരു എക്കണോമിക് ഇമ്പാക്റ്റ്. ടെക്നോളജി ഇൻ ജനറൽ അങ്ങനത്തെ ഒരു എക്സിസ്റ്റിംഗ് സ്റ്റേറ്റസ് കോനെ ഡിസ്റപ്റ്റ് ചെയ്യും. 100%. അതെ, ആ ഡിസ്റപ്ഷൻ എത്രയും മിനിമൽ ഇമ്പാക്റ്റ്. ഇപ്പോൾ AI തന്നെ എടുത്താലും AI വരുമ്പോഴത്തേക്കും ദർ വിൽ ബി ജോബ് ലോസ്, ഒത്തിരി ജോബ്സ് നഷ്ടപ്പെടും. അപ്പോൾ അതൊരു ഡിസ്റപ്ഷനാണ്, അതൊരു ഇമ്പാക്റ്റാണ്. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റിനെ എങ്ങനെ മിനിമൈസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഗവൺമെൻറ് പുറത്ത് റെസ്പോൺസിബിലിറ്റിയാണ്. അഗെയിൻ വി ഗോ ബാക്ക് ടു ദാറ്റ്. ഈ ടെക്നോളജി മൂവ് ചെയ്യുന്ന സ്പീഡ് ഈസ് സച്ച് ദാറ്റ് catching up with it is also not easy.
അത് ഗവൺമെൻറ് അഡ്മിനിസ്ട്രേഷനും അതിൽ ഗവേണൻസിലാണ് അടുത്ത ചലഞ്ച് വരുന്നത്. ഇതെങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്യും, ഈ ഗവേണൻസ് ഇതിനനുസരിച്ച് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യും. നമ്മൾ കറണ്ട് ഗവേണൻസ് തന്നെ മാനുവലായിട്ടുള്ള ഗവേണൻസ് തന്നെ പല കൺട്രീസും, നമ്മൾ പറയുന്നത് ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്പിംഗ് കൺട്രീസ്, അവിടെ തന്നെ ഒരു ഇനീക്വാളിറ്റി വന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ഡെവലപ്പിംഗ് കൺട്രീസാണ് ഭൂരിഭാഗവും, അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് കൺട്രീസാണ് ഭൂരിഭാഗവും. അപ്പോൾ ഈ കൺട്രീസ് മാനുവൽ ഗവേണൻസ് തന്നെ ഒരുമാതിരി കൊണ്ടുവരുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ഈ ഹൈ എൻഡ് സംഭവങ്ങൾ ഇതിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ഇവർക്ക് അത് നോർമൽ സംഭവം തന്നെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെ അവർ മാനേജ് ചെയ്യും, ഇതെങ്ങനെ, അതായത് കോടതിയിൽ തന്നെ. അപ്പോൾ മുമ്പേ നമ്മൾ പറഞ്ഞ നമ്മുടെ മാർക്ക് സുക്കർബർഗിനെയും ഈവൻ സാം ഓൾട്ട്മാനെയൊക്കെ US സെനറ്റ് വിളിച്ചിരുത്തി ക്വസ്റ്റ്യൻ ചെയ്യുന്നതിനെ പറ്റി കുറേ ഫണ്ണി വീഡിയോസ് ഉണ്ടായിരുന്നു. ബേസിക് ക്വസ്റ്റ്യൻസ് പോലും അവർക്ക് ഇൻ്റർനെറ്റിന് വർക്ക് ചെയ്യുന്നതിനെ പറ്റിയും ഫേസ്ബുക്കിനെ പറ്റിയും നമുക്ക് പൊതുവേ യൂസ് ചെയ്ത് ശീലമുള്ളവർക്ക് അറിയാവുന്ന ബേസിക് കാര്യങ്ങൾ പോലും അവർ തപ്പേം തടയും ചെയ്യുമായിരുന്നു. ഒരു ടെക്നിക്കൽ അക്യുമെൻ ഇല്ല അവർക്ക്. അതെങ്ങനെ ആക്കും? ഒന്നാമത് അവരാണ് ലോ മേക്കേഴ്സ്. അതർ സൈഡിൽ ലോ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നവരുണ്ട്, കോടതി. കാരണം ഈ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഫസ്റ്റ് കേസാവുകയാണല്ലോ. ഈ സംഭവം വരുമ്പോൾ ഇവിടെ കേസുകൾ വന്നു കഴിഞ്ഞു. അപ്പോൾ ഇത് കോടതിയിലേക്കാണ് പോകുന്നത്. അവിടെ അവരാണ് അത് ഇൻ്റർപ്രറ്റ് ചെയ്യേണ്ടത്. അവരെങ്ങനെ അത് ഇൻ്റർപ്രറ്റ് ചെയ്യും? അവർക്ക് അതിന് ട്രെയിനിങ് കിട്ടുന്നുണ്ടോ? നിയമം പോലും ഉണ്ടായി കാണത്തില്ല. നിയമം പോലും ഇല്ല. പിന്നെ എങ്ങനെയാണ് ട്രെയിനിങ്? അവരുടെ സിലബസിൽ പോലും അത് കാണില്ല. ടെക്നോളജി റിലേറ്റഡ് സംഭവങ്ങൾ അവരുടെ സിലബസിൽ പോലും കാണില്ല. അപ്പോൾ അതൊക്കെ ഒരു വലിയ ചലഞ്ചാണ്. അതേപോലെ തന്നെ ഈ സെക്യൂരിറ്റി കൺസേൺസ്, ഈ ഡ്യുവൽ യൂസ് ടെക്നോളജീസ്. നമ്മൾ പറയുന്നു മെഡിക്കൽ ഏരിയയിൽ നല്ലതായിട്ട് ഇത് യൂസ് ചെയ്ത് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എല്ലാം പറഞ്ഞു. ഏത് ടൈപ്പ് ഓഫ് മെഡിക്കൽ കണ്ടീഷൻസിനും ഇത് നമുക്ക് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഒരു പാത്തജൻ നമ്മളുടെ ദേഹത്തേക്ക് കയറുന്നു, പെട്ടെന്ന് നമ്മളെ ഇൻഫോം ചെയ്യുന്നു ഇത് കയറിയിട്ടുണ്ട്. എന്നിട്ട് അത് തന്നെ പറയുവാണ്, ഇൻഫർമേഷൻ എടുത്തിട്ട് ഇന്ന ഡോക്ടറെ കൺസൾട്ട് ചെയ്യൂ. ഓക്കെ, ഇന്ന ഡോക്ടറെ ഞാൻ കൺസൾട്ട് ചെയ്തു. അപ്പോൾ ഡോക്ടർ പറയുകയാണ് ഓക്കെ, ഡോക്ടറിനും ഈ ഡേറ്റ കിട്ടി. ഡോക്ടർ പറയുകയാണ് ഇന്ന സംഭവം എടുത്തു കഴിഞ്ഞാൽ ഇപ്പം തന്നെ എന്നെ സ്റ്റോപ്പ് ചെയ്യാം. അല്ല, നീ പനി വന്ന് വീഴത്തില്ല, അല്ലെങ്കിൽ ഇത് വന്ന് വീഴത്തില്ല, നിപ്പ വന്ന് വീഴത്തില്ല. ഓക്കെ, വെരി ഗുഡ്. പക്ഷേ അതർ സൈഡിൽ ഇത് സർവൈലൻസിനോ അല്ലെങ്കിൽ മിലിറ്ററി ആപ്ലിക്കേഷന് വേണ്ടി അങ്ങോട്ട് യൂസ് ചെയ്താൽ എന്തായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്? കംപ്ലീറ്റ് കെയോസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. അത് ഡെഫിനറ്റ്ലി മിലിറ്ററി ആപ്ലിക്കേഷനിലേക്കായിരിക്കും ഇത് ഫസ്റ്റ് യൂസായിട്ട് വരാൻ പോകുന്നത്. അപ്പോൾ അതൊരു എത്തിക്കൽ കൺസേൺ ആണ്. പിന്നെ അടുത്ത ഒരെണ്ണം, ഹ്യൂമൻ എവല്യൂഷൻ്റെ ട്രജക്ടറി തന്നെ ഇത് മാറ്റിക്കളയും. വളരെ സ്ലോ ആയിട്ടാണ് ഈ എവല്യൂഷൻ പ്രോസസ്സ് നടന്നിങ്ങനെ വന്നത്. പക്ഷേ വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരു പാത്തെല്ലാം അങ്ങ് ഡിസ്റപ്റ്റ് ചെയ്ത് കളയും. അപ്പോൾ ഒരു സൈഡ് മാത്രം ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ് ഇത്ര ഭയങ്കരമായിട്ടുണ്ടാകുമ്പോൾ ബാക്കിയുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടായില്ലെങ്കിൽ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. അതിനുദാഹരണം, നമ്മൾ ഒരു 10,000 years ബാക്ക് ടിൽ നൗ എടുക്കുവാണെങ്കിൽ പോപ്പുലേഷൻ്റെ ഗ്രോത്ത് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ 10,000 years ബാക്ക് ടിൽ 1840s or 1850s വളരെ വലിയ ചേഞ്ച് ഇല്ല. വളരെ ഇങ്ങനെയാണ് ഹോക്കി സ്റ്റിക്ക് ഗ്രാഫ് എന്ന് പറയാം. യെസ്, ഹോക്കി സ്റ്റിക്ക് ഗ്രാഫ് എന്ന് പറയും. പിന്നെ ഇത് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി 1950s ശേഷം. ഒറ്റ സ്റ്റീപ്പായിട്ടൊരു ഇൻക്രീസാണ് ഉണ്ടായത്. അപ്പോൾ എന്ത് പറ്റി? പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആൾക്കാർക്ക് ഫുഡ് ഇവിടെ വേണം, ഇത്രയും ആൾക്കാർക്ക് ഫുഡ് കഴിക്കണം. പക്ഷേ ഫുഡിൻ്റെ പ്രൊഡക്ഷൻ ആ രീതിയിൽ ഇൻക്രീസ് ചെയ്തില്ല. അത് ഈ ഗ്രാജ്വലി തന്നെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ ഭയങ്കര ചലഞ്ചസ് ഉണ്ടായി. കാരണം അത്രയ്ക്ക് പട്ടിണി ഉണ്ടായി, ആൾക്കാർക്ക് അത്ര ഫുഡില്ല. അപ്പോൾ കുറച്ച് പേർക്കേ ഫുഡുള്ളൂ. ഓക്കെ, അപ്പോൾ ടെക്നോളജിക്കൽ റെവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ടെക്നോളജിക്കൽ റെവല്യൂഷൻ വളരെ പതുക്കെ ഇങ്ങനെ വന്ന ഒരു 60s ഒക്കെ അങ്ങോട്ട് ആയപ്പോഴത്തേക്ക് ഒറ്റ നേരെ സ്റ്റീപ്പായിട്ട് അങ്ങ് പോയി ടെക്നോളജിക്കൽ റെവല്യൂഷൻ. ഇപ്പം നമ്മൾ AI തന്നെ, ഇപ്പം നമ്മൾ എവിടെ നോക്കിയാലും AI-നെ പറ്റിയാണ് സംസാരം. ഒരു 3 കൊല്ലം മുമ്പേ ഇതില്ല, 2 കൊല്ലം മുമ്പേ ആ ചർച്ചയില്ലായിരുന്നു. വളരെ ഫാസ്റ്റായിട്ട് ഇനി വരുന്ന ഇമ്പ്രൂവ്മെൻറ്റ്സ്, കോമ്പൗണ്ടിങ് എഫക്റ്റ് എന്ന് പറയുന്ന പോലെ അത് ഫാസ്റ്ററായിട്ട് പൊയ്ക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ടെക്നോളജിക്കൽ റെവല്യൂഷൻ അത്രയും ആയിക്കഴിഞ്ഞപ്പോൾ, റെവല്യൂഷൻ സംഭവിച്ചു കഴിഞ്ഞപ്പോൾ എന്തു പറ്റി? പിന്നെയും വലിയ ഡിവൈഡാണ് ഉണ്ടായത്. ഈവൻ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് നമ്മൾ പറയുന്നു.
നോർത്തേൺ കൺട്രീസ്, സതേൺ കൺട്രീസ്, അതായത് നമ്മൾ പറയുന്ന ഈ വെസ്റ്റേൺ കൺട്രീസാണ് ഈ നോർത്തേൺ കൺട്രീസ് എന്ന് പറയുന്നത്, പൊതുവേ യൂറോപ്യൻ കൺട്രീസും. പക്ഷേ സതേൺ ഹെമിസ്ഫിയറിൽ ഓസ്ട്രേലിയയും ന്യൂസിലൻഡും ഒക്കെ ഉൾപ്പെടും ഇതിനകത്തിൽ, ഈ നോർത്ത് സൗത്ത് ഡിവൈഡ് എന്ന് പറയുന്നത്. അതായത് ഡെവലപ്പിംഗ് ആൻഡ് ഡെവലപ്ഡ് കൺട്രീസിൻ്റെ ഡിവൈഡ് അതൊന്നുകൂടെ വലുതായി. അല്ലെങ്കിൽ ടെക്നോളജി അക്സസിബിൾ ആയിട്ടുള്ള കൺട്രീസിൻ്റെ അതില്ലാത്ത കൺട്രീസിൻ്റെയും ഡിവൈഡ് ഭയങ്കര വലുതായി. അത് പിന്നെയും ഇഷ്യൂസ് ഉണ്ടാക്കുകയാണ്. എന്താണ്, പഴയ ടൈപ്പ് ഓഫ് ഇമ്പീരിയലിസം മാറി ടെക്നോളജിക്കൽ ഇമ്പീരിയലിസം എന്ന് പറയുന്ന ഒരു സംഭവം വരും. അപ്പോൾ റീസെൻ്റ്ലി പറഞ്ഞു കഴിഞ്ഞു, നമ്മൾ കഴിഞ്ഞ ഡിസ്കഷനിൽ പറഞ്ഞു, എ ഐയെക്കുറിച്ചുള്ള ഡിസ്കഷനിൽ പറഞ്ഞു, പുടിൻ പറഞ്ഞത് എ ഐ ഉള്ളവരാണ് ഇനി സൂപ്പർ പവർ ആകുന്നത്. അത് കറക്റ്റ് തന്നെയാണ്. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് കോമ്പറ്റീഷൻ വന്നു കഴിഞ്ഞു. അപ്പോൾ അവിടെയും എത്തിക്കൽ ഫാക്ടേഴ്സ് വരികയാണ്. കംപ്ലീറ്റ്ലി ന്യൂ സെറ്റ് ഓഫ് പ്രോബ്ലംസ് ആണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. ബിക്കോസ് നമ്മൾ ഇതുവരെ ഒരിക്കലും നമ്മൾ ഏതൊരു ഫിസിയോളജിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമുക്ക് അങ്ങനെ ഓർ ഈവൻ നമ്മൾ എന്ത് ടെക്നോളജി ഇതുവരെ പറഞ്ഞാലും നമ്മൾ ബ്രെയിൻ അല്ലെങ്കിൽ മൈൻഡിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ടെക്നോളജി നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ ബ്രാഞ്ച് ഓഫ് സയൻസ് ആണ് ഇൻ ദാറ്റ് സെൻസ്. അതിൻ്റെ ഇംപ്ലിക്കേഷനെ പറ്റി നമുക്ക് ഇപ്പം ചിന്തിക്കാൻ കൂടെ പറ്റില്ല. കാരണം ഈ പല പുസ്തകങ്ങളിലും പറഞ്ഞിരിക്കുന്നത്, ഞാൻ റീസെൻ്റ്ലി വായിച്ച ഒരു ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ലിറ്ററേച്ചർ, അതിൽ പറയുന്നത് നമ്മളുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഓർഗൻ എന്ന് പറയുന്നത് ബിറ്റ്വീൻ യുവർ ഇയേഴ്സ് ആണ് അത്. കാരണം അതിൻ്റെ അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു ഓർഗൻ വേൾഡിൽ തന്നെ ഇല്ല. കാരണം ഹ്യൂമൻ ബ്രെയിൻ, നമ്മളെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ബ്രെയിനാണ്. സോ ഗോഡ് ഫോർബിഡ് ഇഫ് വി ലൂസ് അവർ ലെഗ് ഓർ ആൻ ആർം, ഐ ആം സ്റ്റിൽ ഹൂ ഐ ആം. എൻ്റെ ഈവൻ ലൈക്ക് ഓരോ ലിംസ് എല്ലാം പോയാലും ഞാൻ എന്ന് പറഞ്ഞ വ്യക്തി തന്നെയാണ്. ഓക്കെ, എനിക്ക് കൈയും കാലും പോയെന്നേ ഉള്ളൂ. പക്ഷെ ബ്രെയിൻ ആണ് നമ്മുടെ മെയിൻ എൻറ്റിറ്റി, നമ്മൾ ഞാൻ എന്ന് പറയുന്ന വ്യക്തി. സോ ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, ബ്രെയിനിന് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാവേഴ്സ് ചെയ്യാനും ആഹാരം കഴിക്കാനും സാധനങ്ങൾ എടുക്കാനും അതിനുവേണ്ടി മാത്രമുള്ള ഒരു മെഷീനറിയാണ് ഈ കൈയും കാലും, ബാക്കി സിസ്റ്റംസ് എല്ലാം. നമ്മൾ ഇപ്പം ഞാൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇറ്റ് ഇസ് ബേസിക്കലി ദ ബ്രെയിൻ, നത്തിങ് എൽസ്. അപ്പോൾ നമ്മളിപ്പോൾ അതിലേക്കാണ് ടെക്നോളജി കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ചിന്തിക്കുന്ന രീതിയും ഈ പറഞ്ഞ പോലെ കൾച്ചറും പൊളിറ്റിക്കൽ തിങ്കിങ്, നമ്മൾ ഹ്യൂമൻ ബീയിങ്സിൻ്റെ ഫണ്ടമെൻ്റലിലേക്കാണ് നമ്മളിപ്പോൾ കയറുന്നത്. അതുകൊണ്ട് ഇറ്റ് ഈസ് അൺഇമാജിനബിൾ അതിൻ്റെ കോൺസിക്വൻസസ് എന്താവാം എന്നുള്ളത്. കോടിക്കണക്കിന് വർഷം എടുത്തിട്ടാണ് എവല്യൂഷൻ്റെ പാർട്ടായിട്ട് ഈ ബ്രെയിൻ ഡെവലപ്പ് ചെയ്ത് വന്നത്. ആ ബ്രെയിനെയാണ് വളരെ പെട്ടെന്ന് തന്നെ റെവല്യൂഷനൈസ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ ഓൺ ദ കോൺട്രറി, ഐ എം ഓൾസോ എക്സൈറ്റഡ് ഇൻ അനദർ ആസ്പെക്ട് ദാറ്റ് ഹ്യൂമൻ ബ്രെയിൻ ഇപ്പോഴും എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നത് നമുക്ക് പ്രോപ്പറായിട്ട് അറിഞ്ഞുകൂടാ. അപ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് അത് ആക്ച്വലി കോൺഷ്യസ്നെസ് ബ്രെയിൻ ജനറേറ്റ് ചെയ്യുന്നതാണോ, അതോ ബ്രെയിനിൽ സ്റ്റോർഡ് ആണോ, അതോ വേറെ എന്തെങ്കിലും ഒരു സൂപ്പർ കോൺഷ്യസ്നെസ്സിനെ കാൾ യങ് പറയുന്ന സൂപ്പർ കോൺഷ്യസ്നെസ്, ഒരു കോമൺ കോൺഷ്യസ്നെസ്സോ കളക്റ്റീവ് കോൺഷ്യസ്നെസ് ഇതിനെ ആക്സസ് ചെയ്യുന്നതാണോ എന്നൊന്നും നമുക്ക് അറിഞ്ഞൂടാ. ഇതെല്ലാം തിയറീസ് മാത്രമാണ്. പക്ഷേ നമുക്ക് ന്യൂറൽ ലിങ്ക് അല്ലെങ്കിൽ അതുപോലത്തെ ടെക്നോളജി വഴി നമ്മൾ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുമ്പോഴത്തേക്കും അറ്റ് സം പോയിന്റ് വി വിൽ ഹോപ്പ്ഫുള്ളി റീച്ച് എ ബൗണ്ടറി. ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഫോർ എക്സാമ്പിൾ ഡേറ്റ സ്റ്റോറേജ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ബ്രെയിനിൽ നമുക്ക് ഡേറ്റ സ്റ്റോർ ചെയ്യാനും റിട്രീവ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. പക്ഷേ നമ്മൾ ആക്ച്വലി അത് ടെക്നോളജിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴായിരിക്കും അറിയാൻ പറ്റുന്നത് അത് ആക്ച്വലി പോസിബിൾ ആണോ അല്ലയോ. ദെൻ ത്രൂ ദാറ്റ് വി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഹൗ അവർ ബ്രെയിൻ ഫങ്ഷൻസ്. അതായത് പേഴ്സണലൈസ്ഡ് മെഡിസിൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റൊക്കെ ഡെവലപ്പ് ചെയ്യാൻ വളരെ സഹായിക്കും. കാരണം ഒരാളുടെ കംപ്ലീറ്റ്ലി ഓരോ വ്യക്തിയും യുണീക്കാണ്. അപ്പോൾ അയാളുടെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലാക്കാനും അയാളുടെ ഫങ്ഷൻസ്, നെർവസ് സിസ്റ്റത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ അതുപോലത്തുള്ള റിലേറ്റഡ് ഓർഗൻസിൻ്റെ ആയാലും ഫങ്ഷൻസ് മനസ്സിലാക്കാനും അതിനനുസരിച്ചുള്ള ഡോസേജ് സജസ്റ്റ് ചെയ്യാനും അല്ലെങ്കിൽ മെഡിസിൻസ് ഉണ്ടാക്കാനും ഒക്കെ ഇത് സഹായിക്കും. പക്ഷേ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈലി കോംപ്ലിക്കേറ്റഡ് ഒരു ഓർഗനാണ് ബ്രെയിൻ എന്ന് പറയുന്നത്. കാരണം 1.1 ട്രില്യൺ സെൽസ് ഉണ്ടെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ട്. ഈ ഓരോ ന്യൂറോൺസിനും 5000 സിനാപ്സസ് ഉണ്ട്. കാരണം ഈ 5000 ഈ ന്യൂറോൺസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന സിനാപ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നോക്കൂ, ഇത്ര ബില്യൺ ന്യൂറോൺസ്, ഓരോന്നിനും 5000. അപ്പം
ഇത് എത്ര കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും? ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ആൻഡ് ട്രില്യൺസ് ഓഫ് കണക്ഷൻസ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഒരു ഹ്യൂമൻ ബ്രെയിനിലാണ്. അപ്പോൾ ഇപ്പോൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒരു പ്ലാസ്റ്റിക് നേച്ചർ ഓഫ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. ബ്രെയിൻ വികസിച്ചുകൊണ്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമുക്ക് അതിനെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റും. ഫ്ലെക്സിബിലിറ്റി, പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഫ്ലെക്സിബിലിറ്റി എന്നുള്ള രീതി ആലോചിച്ചാൽ മതി. അപ്പം ഫോർ എക്സാമ്പിൾ കൊച്ചുകുട്ടികൾക്ക് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി വളരെ ഹൈ ആയിരിക്കും. നമുക്ക് അവരെ ഏത് രീതിയിൽ വേണമെങ്കിൽ അവരുടെ ബിഹേവിയറിനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ പ്രായമാവുന്നതനുസരിച്ച് നമ്മൾ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കുറഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ചെറുപ്പത്തിൽ ഒരു പക്ഷേ ഒരു പുതിയൊരു സ്കില്ല് പഠിച്ചെടുക്കാൻ അല്ലെങ്കിൽ പുതിയൊരു ലാംഗ്വേജ് പഠിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ട് കാണത്തില്ല. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ പ്രായമാകുമ്പോഴത്തേക്കും നമുക്ക് ഒരു പുതിയൊരു ഡിവൈസ് വന്നാലും അല്ലെങ്കിൽ പുതിയൊരു സാധനം പഠിക്കണമെങ്കിലും അത്രയ്ക്ക് ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ നമുക്ക് പറ്റത്തില്ല. പുതിയൊരു ഹാബിറ്റ് ഡെവലപ്പ് ചെയ്യാനൊന്നും പറ്റത്തില്ല, അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് ഹാബിറ്റിനെ കളയാനും പറ്റത്തില്ല നമുക്ക്. അപ്പം ബേസിക്കലി നമുക്ക് പ്രായമാകുമ്പോഴത്തേക്ക് ആ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കുറഞ്ഞു വരും. അതിൻ്റെ റീസൺ എനിക്ക് തോന്നുന്നത്, ഞാൻ ചില ജേർണൽസൊക്കെ വായിച്ചപ്പോൾ മനസ്സിലാകുന്നത്, നമ്മളൊരു ശീലമാണെങ്കിൽ, ഒരു ശീലമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം ഒരു 10 ദിവസം ചെയ്ത്, 20 ദിവസം ചെയ്ത്, 50 ദിവസം ചെയ്ത് പതുക്കെ അതൊരു ശീലമായിട്ട് മാറുകയാണ്. നമ്മൾ ഈ റൈറ്റ് ഹാൻഡ് ഒരു പേഴ്സൺ ആണെങ്കിൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് പല്ല് തേച്ചു, ഇപ്പം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ബ്രഷ് പിടിക്കാൻ നോക്കി കഴിഞ്ഞാൽ പറ്റുന്നില്ല. കാരണം അപ്പം എന്ത് പറ്റി? ഇതൊരു ശീലമായി മാറുമ്പോൾ അത് ഈസി ആയി മാറി. അപ്പം ഇത് ടഫായി, അപ്പം ഞാനിത് പരീക്ഷിക്കാൻ ശ്രമിക്കുന്നില്ല. കൊച്ചു കുട്ടിക്കാണെങ്കിൽ ഇതായിട്ടില്ല, അവൻ ഇടത്ത് കൈവച്ചും തേക്കാൻ പറ്റും, വലത് കൈവച്ചും തേക്കും, എല്ലാം സെയിമാണ്. പക്ഷേ ഇത് കുറേ തവണ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ സെയിം ടൈപ്പ് ഓഫ് സെയിം മസിൽസാണ്, സെയിം നെർവ്സാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ പാർട്ട് ഓഫ് ബ്രെയിൻ ആയിരിക്കും ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഏരിയയിലുള്ള ന്യൂറോൺസൊക്കെ ആയിരിക്കും ചിലപ്പം ഫയർ ചെയ്യുന്നത്, ഈ സിഗ്നൽസ് ഫയർ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യാനുള്ള. അപ്പോൾ റിപ്പീറ്റഡായിട്ട് ചെയ്യുമ്പോൾ ആ കണക്ടിവിറ്റി, ഒരു പുതിയ കണക്ഷൻസ്, ഞാൻ പറഞ്ഞില്ലേ കുറേ കണക്ഷൻസ് ഉണ്ടാകും. അപ്പോൾ ഇതൊരു കണക്ഷൻ, ന്യൂറൽ കണക്ഷൻ ഉണ്ടായി, ആ കണക്ഷൻ അങ്ങ് സ്ട്രോങ് ആയി മാറി. ഇപ്പുറത്ത് അങ്ങനെ ഉണ്ടായിട്ടില്ല, റിപ്പീറ്റഡ് ആക്ഷൻ വെച്ചിട്ട് സ്ട്രോങ് ആയി മാറി. അപ്പോൾ അത് നമുക്ക് മാറ്റാൻ ബുദ്ധിമുട്ട്, കാരണം സ്ട്രോങ് ആയി. പക്ഷേ വീക്ക് കണക്ഷൻ ആണെങ്കിൽ നമുക്ക് മാറ്റാൻ എളുപ്പമാണ്. ഒരാൾ മദ്യപിക്കുന്ന ആൾ ഒരു 2 ദിവസം മദ്യപിച്ചെന്ന് കണ്ട് പിന്നെ അയാൾക്ക് പ്രശ്നമൊന്നുമില്ല, മദ്യപിക്കാം. പക്ഷേ വീണ്ടും വർഷങ്ങൾ മദ്യപിച്ച ആൾക്ക് ഇത് മാറ്റാൻ ബുദ്ധിമുട്ടാണ്, വളരെ സ്ട്രോങ് ആണ്. പിന്നെ അത് മാറാൻ പാടാണ്. അത് ബ്രെയിനുമായിട്ട് റിലേറ്റ് ചെയ്ത് മാത്രം. ബാക്കി നോക്കുമ്പം ഒത്തിരി ബയോളജിക്കൽ പ്രോസസ്സും കാണുമല്ലോ, അതിൻ്റെ ഓരോ സെല്ലിനും വേറെയാണ്. അപ്പോൾ ഈ കുട്ടിയുടെ കേസ് പറയുമ്പോൾ കുട്ടിക്ക് അത് ഈസി ആകാൻ കാരണം ഇതാണ്. പക്ഷേ നമുക്കെല്ലാം ഒരു പുതിയ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ ടഫാണ്. അതിന് പറയപ്പെടുന്നത്, അപ്പോൾ ഒരു പുതിയൊരു ന്യൂറൽ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ബ്രെയിൻ സ്ട്രഗിൾ ചെയ്യുകയാണ്. ആ ഇനിഷ്യൽ ഫേസ് സ്ട്രഗ്ലിംഗ് ഫേസ് ആയിരിക്കും. പക്ഷേ അത് വിഡ്സ്റ്റാൻഡ് ചെയ്താൽ, അല്ലെങ്കിൽ അത് നമുക്ക് ആ ഒരു ടൈമിൽ നമ്മൾ പിടിച്ചു നിന്നാൽ നമുക്ക് വൺസ് ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആകപ്പെടും. അതിനുശേഷം പിന്നെ നമുക്ക് ഈസി ആയിരിക്കും. എക്സാമ്പിൾ ഡ്രൈവിങ്, ഇതെല്ലാം ഏത് സ്കില്ലായാലും, അല്ലെങ്കിൽ വയലിൻ വായിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് വായിക്കുന്നു, ഇതെല്ലാം ഇനിഷ്യലി ടഫായിരിക്കും, പിന്നെ ഈസി ആകാൻ കാരണം ആ കണക്ഷൻ. പിന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് അത് ചെയ്യുമ്പോൾ ആ കണക്ഷൻ സ്ട്രോങ്, ഹാബിറ്റ് ഫോം ചെയ്യുന്നു. ഗുഡ് ഹാബിറ്റ്സ് ആസ് വെൽ ആസ് ബാഡ് ഹാബിറ്റ്സ്. യെസ്. അപ്പോൾ ഇത് ഇംപ്ലാന്റ് ചെയ്താൽ എന്തായിരിക്കും? ഞാൻ വിചാരിക്കുക എൻ്റെ ഹാബിറ്റ് എങ്ങനെയായിരിക്കും? ഞാൻ വിചാരിക്കുവാണ് എനിക്ക് നല്ലൊരു വയലിൻ മാസ്റ്റർ ആകണം, അല്ലെങ്കിൽ ഇതിലൊരു എക്സ്പേർട്ട് ആകണം. അപ്പം എനിക്ക് അതിനുള്ള സ്കില്ലുകളെല്ലാം കണക്ട് ചെയ്തിട്ട് ഇങ്ങ് ആക്ടിവേറ്റ് ആക്കാൻ കിട്ടുകയാണ്. അപ്പോൾ അതെൻ്റെ റിയൽ സ്കില്ലാണോ അതോ? അതിൽ എനിക്കൊരു ഡൗട്ട് എന്ന് വെച്ചാൽ, ഇപ്പം നമുക്ക് വയലിൻ വായിക്കുന്ന എങ്ങനെയാണെന്ന് വേണമെങ്കിൽ നമുക്ക് ഇൻഫർമേഷൻ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചോ. പക്ഷേ നീ പറഞ്ഞ മാതിരി ആ ന്യൂറൽ കണക്ഷൻസ് ഫോം ചെയ്യണമെന്നില്ലല്ലോ. അതുകൊണ്ട് ഇല്ല അത് പക്ഷേ ആ ന്യൂറൽ കണക്ഷൻ ഫോം ചെയ്യിക്കാനുള്ള ഇൻപുട്ട് അതിന് കൊടുക്കാൻ പറ്റും. അതായത് ഞാനിങ്ങനെ വായിക്കുമ്പോഴേ ഇത് തെറ്റുന്നുണ്ട്, ഇതിങ്ങോട്ടാക്കുക. അതാണ് എനിക്ക് ഡൗട്ട് വെച്ചാൽ, നമ്മൾ ഈ ന്യൂറൽ കണക്ഷൻസ് ഉണ്ടാവുന്നത് എന്തെങ്കിലും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയുടെ റെപ്പിറ്റേഷൻ കൊണ്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് വയലിൻ വായിക്കുന്നതിനെ പറ്റിയുള്ള ഇൻഫർമേഷൻ എനിക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എനിക്ക് ആ ഇൻഫർമേഷൻ ഉപയോഗിച്ച്
വയലിൻ വായിക്കാൻ പറ്റണമെന്നില്ല, പക്ഷേ ആ ഇൻഫർമേഷൻ ഉപയോഗിച്ചിട്ട് എനിക്കിനി ഫിസിക്കലി എൻ്റെ മസിൽസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം. ലൈക്ക് ഫിംഗർ മസിൽസിനെ ട്രെയിൻ ചെയ്യിപ്പിക്കണം, കൈ മസിൽ ആംഗിൾ ശരിയാക്കണം. അതിൻ്റെയൊക്കെ ഇൻഫർമേഷൻ ഈ കാണും. അപ്പം നമുക്ക് ഫ്രം സ്ക്രാച്ച് പഠിച്ച് ഒന്നും ഈ ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ഒന്നും ഇല്ലാതെ പഠിച്ചെടുക്കുന്നതിനെക്കാട്ടിലും ചിലപ്പോൾ ഒരുപക്ഷെ 1/10 എഫേർട്ടേ കാണത്തുള്ളൂ ഇത്. ബിക്കോസ് നമുക്ക് ഏത് ആംഗിളിൽ കൈ പിടിക്കണമെന്നും പിടിക്കുമ്പോഴത്തേക്ക് എത്ര ഫ്ലെക്സിബിൾ ആയിരിക്കണം, സ്റ്റിഫ് ആയിരിക്കണോ, ഇതെല്ലാം നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. എന്നാലും ആ ട്രെയിൻ ചെയ്താലേ ഇനി ആ ന്യൂറൽ കണക്ഷൻ ഉണ്ടാവുമല്ലോ എന്നുള്ളതാണ് എനിക്ക് ക്ലിയർ ടു മീ. അത് തന്നെ എനിക്കും അതിൽ ഡൗട്ടാണ്. കാരണം ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ മൈൻഡ് വെച്ചിട്ട് ട്രെയിൻ ചെയ്യുന്നു, നമ്മൾ ഫിസിക്കൽ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല. കാരണം അത് ഒരു പുസ്തകത്തിൻ്റെ പേര് മറന്നുപോയി, ഒരു ബുക്കുണ്ട്, നമ്മളത് കമൻസിൽ കൊടുക്കാം. അത് ഞാൻ വായിക്കുമ്പോൾ അതിനകത്തിൽ ഓൾറെഡി ഒരു എക്സ്പെരിമെൻ്റ്, ഒരു റിസർച്ച് നടത്തിയതാണ്. കുറച്ച് സ്റ്റുഡൻസിനെ, ഒരു സ്കൂളിലെ കുറച്ച് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് അവർക്കൊരു വോളിബോൾ ട്രെയിനിങ്ങോ അങ്ങനെ ഏതോ ഒരു ഗെയിമിൽ ട്രെയിനിങ് കൊടുക്കുന്നു, ഫിസിക്കലി ട്രെയിനിങ് കൊടുക്കുന്നു. അത്രയും നമ്പേഴ്സ് വേറൊരു ഗ്രൂപ്പ് സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്തിട്ട് ഇവർക്ക് ഇതിനെക്കുറിച്ച് നല്ല മൈൻഡിൽ ട്രെയിനിങ് കൊടുക്കുന്നു. ഇതിങ്ങനെയാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ, ഇങ്ങനെ എറിയുമ്പോൾ ഇത് സംഭവിക്കും. അപ്പം എന്നിട്ട് ഒരു പെർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമാണ് ഈ ട്രെയിനിങ് കൊടുത്തത്. പിന്നെ ടെസ്റ്റ് എഴുതിച്ചു, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ ഈ 2 ടൈപ്സ് ഓഫ് കളിച്ച് തന്നെ ടെസ്റ്റ് അതെ വലിയ ഫിസിക്കൽ സ്ട്രെയിൻ വേണ്ടുന്ന ഗെയിമല്ല. അപ്പം പക്ഷേ ടെസ്റ്റ് ചെയ്യിച്ചപ്പോൾ 2 കുട്ടികളും ഒരേ ക്വാളിറ്റിയിൽ ഗെയിം കളിച്ചു. പക്ഷേ അതാണ് എനിക്ക് ക്വസ്റ്റ്യൻ. ബിക്കോസ് വയലിൻ വായിക്കുന്ന ഒരു എക്സ്ട്രീംലി ഫിസിക്കൽ ട്രെയിനിങ് ആവശ്യമുള്ളതാണ്. വൺ ഓഫ് ദി ടഫസ്റ്റ് ഇൻസ്ട്രുമെന്റ്സ് ആണ്. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ബാസ്കറ്റ് ബോൾ കളിക്കുവാണ്, അവിടെയാണ് ആ ബ്രെയിൻ, അവിടെ ഒരു മസിൽ ട്രെയിനിങ്ങും വരുന്നുണ്ട്. ബ്രെയിൻ മാത്രം ഇൻഫർമേഷൻ മാത്രം ഡൗൺലോഡ് ചെയ്താൽ പോരാ, ആ ഒരു മസിൽസ് പ്രോപ്പർ രീതിയിൽ അനങ്ങണം, അതിനു വേണ്ടിയുള്ള പ്രിസൈസ് മൂവ്മെൻറ്റ് ന്യൂറൽ സിഗ്നൽസ് ആയിട്ട് വരണം. അവിടെയാണ് എനിക്ക് ഡൗട്ടുള്ളത്. ഫിസിക്കൽ ഇൻവോൾവ്മെൻ്റ് ഉള്ള സ്ഥലത്ത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സയൻറ്റിഫിക് ഇക്വേഷൻ പഠിക്കണം, അല്ലെങ്കിൽ ഒരു സയൻറ്റിഫിക് കോൺസെപ്റ്റ് പഠിക്കണം, ഫൈൻ, ദാറ്റ് ഇസ് ഓക്കെ, അത് തിയറി മാത്രമാണ്. പക്ഷേ പ്രാക്ടിക്കൽ സ്കില്ല് വരുന്ന സ്ഥലത്ത് ഇത് തിയറി കൊണ്ട് മാത്രം ആവുമെന്നുള്ള എനിക്ക് റിയലി. പക്ഷേ അവിടെയാണ് മുന്നേ നമ്മൾ പറഞ്ഞ ഒരു റിസർച്ച് സ്വിറ്റ്സർലൻഡ് നടന്നെന്ന് പറഞ്ഞത്. ഒരു മോട്ടോർ നെർവ് ഡിസോർഡർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിക്ക് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി മൂവ് ചെയ്തു. കാരണം അത് മൂവ് ചെയ്യേണ്ടതല്ല, പുള്ളിക്ക് ഫിസിക്കലി മൂവ് ചെയ്യണമായിരുന്നെങ്കിൽ ഒത്തിരി ഫിസിയോതെറാപ്പി ഇതെല്ലാം കഴിഞ്ഞ് എല്ലാം റെഡിയായി. അതിൽ ആ മൂവ്മെൻറ്റ് ഒരുപക്ഷെ പുള്ളിക്ക് ഓൾറെഡി അറിയായിരിക്കുമല്ലോ. ഇൻ ദ പാസ്റ്റ് മൂവ്മെൻറ്റ് ഉള്ള വ്യക്തിക്ക് മൂവ്മെൻറ്റ് നഷ്ടപ്പെട്ടതാണ്, അത് റീസ്റ്റോർ ചെയ്യപ്പെട്ടതാണ്. നമ്മളിപ്പോൾ പറയുന്നത് വെച്ചാൽ അറിയാത്തൊരു സ്കില്ലിന് ഇപ്പം വയലിൻ വായിച്ചുകൊണ്ടിരുന്ന ഒരാൾ പാരാപ്ലജിക് ആയിട്ടല്ലേ എന്നിട്ട് പിന്നെ ദാറ്റ് ഈസ് ഓക്കെ ഫൈൻ. പക്ഷേ ആ ഒരു ട്രെയിനിങ്ങേ ഇല്ലാത്ത ഒരാൾക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. അങ്ങനെ അതായത് ഈ ന്യൂറൽ നെറ്റ്വർക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് ഇതിന് പറ്റുമോ എന്ന് അതൊരു ചോദ്യമാണ്. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ചലഞ്ചിനെ നമുക്ക് നേരിടണമെങ്കിൽ ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് വേണ്ടി വരും. അതായത് എല്ലാ ഫീൽഡിലുമുള്ള ആൾക്കാർ കൂടി തന്നെ അതിനുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ സെപ്പറേറ്റ് വേർട്ടിക്കൽസ് ആയിട്ടല്ല, ഒരു കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജിയാണ് ഇത് ഡെവലപ്പ് ചെയ്യേണ്ടത് ഈ ചലഞ്ചിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി. അല്ലെങ്കിൽ യൂസ് ദിസ് ടെക്നോളജി ഫോർ ദ ഗുഡ് ഓഫ് ഹ്യൂമാനിറ്റി.